എന്ത്? ഹായ്, വെൽക്കം ഓൾ. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. കയറാൻ ആൾക്കാരുണ്ട്. ഒരു 5 മിനിറ്റ്സ് കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഡേറ്റ സയൻസ്. സോ വി ആർ ജസ്റ്റ് ഗിവിംഗ് യു an introduction on data science and AI. Okay, so before going on the webinar, I am just going to introduce myself. My name is Rahul, and I'm a senior data science engineer at Scope India. Okay, so സോ എന്നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഡാറ്റ സയൻസ് എഞ്ചിനീയറിംഗിൽ മെയിൻലി മാസ്റ്റർ ചെയ്യുന്ന ഒരു മെയിൻ ആണ് ഞാൻ. സോ അതേപോലെ തന്നെ ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് സഫിക്സ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു IT കമ്പനിയിലാണ് ഞാൻ മെയിൻലി വർക്ക് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് വിച്ച് ഇസ് ഡെവലപ്മെന്റ് കമ്പനി. ഇതിന്റെ സബായിട്ട് വരുന്ന ഒരു കമ്പനിയാണ് സ്കോപ്പ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. ഇതൊരു ട്രെയിനിങ് എഡ്യൂക്കേഷൻ ആണ്. ഇവിടെ നമ്മുടെ സഫിക്സ് സൊല്യൂഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഡെവലപ്പേഴ്സുമാണ് മെയിൻലി സ്കോപ്പ് ഇന്ത്യയിൽ നമ്മുടെ ട്രെയിനേഴ്സ് ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ സ്കോപ്പ് ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻലി വി പ്രൊവൈഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കോഴ്സസ് ലൈക്ക് ഫുൾ സ്റ്റാക്ക് കോഴ്സസ്, മെയിൻ സ്റ്റാക്ക് കോഴ്സസ്, അതേപോലെ ഡേറ്റ സയൻസ്. നമ്മുടെ മെയിൻ മാസ്റ്റർ ചെയ്യുന്ന ഫീൽഡാണ് ഡേറ്റ സയൻസിന്റെ കോഴ്സസ്. ഓൾസോ വി ആർ പ്രൊവൈഡിങ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, നെറ്റ്വർക്കിംഗ് ആൻഡ് മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് ആൻഡ് അതർ ഫീൽഡ്സ് ഓൾസോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൾസോ. നമ്മളിവിടെ എല്ലാം പല റേഞ്ചിലും നമ്മൾ ഡെപ്ത് ആയിട്ട് തന്നെ നമ്മൾ പ്രോപ്പർലി നമ്മളുടെ ക്ലാസ്സസ് എടുത്തു പോകുന്നുണ്ട്. എല്ലാത്തിനും കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഡേറ്റ സയൻസ് ആൻഡ് AI എന്നാണ്. ഓക്കെ, സോ നമുക്ക് ആക്ച്വലി ഇതിനൊരു വലിയ കോഴ്സ് തന്നെ നമുക്കുണ്ട്. അതിന്റെ ഒരു ബ്രീഫ്, നിങ്ങൾക്ക് അത് എങ്ങനെയാണ് നമ്മുടെ ഡേറ്റ സയൻസ് എന്താണ്, അല്ലെങ്കിൽ ഇതിനൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ തരാനാണ് മെയിൻലി എന്റെ ഇന്ന് നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. നമ്മുടെ മീറ്റിംഗിന്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ആ ഒരു കാര്യമാണ്. ഓക്കെ, സോ ബിഫോർ ഗോയിങ് ഓൺ ടു നമ്മുടെ മെയിൻ വെബിനാറിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം നിങ്ങളുടെ ഒരു ഡേറ്റ സയൻസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, നിങ്ങളൊരു കോഴ്സ് പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ കാര്യം പഠിക്കാൻ പോകുന്നു, അവിടെ നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ആദ്യം അതിന്റെ റിക്വയർമെന്റ് എന്താണ് എന്നുള്ളത് ഫസ്റ്റ് ഇവിടെ മനസ്സിലാക്കണം. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ദ റിക്വയർമെന്റ് ഫോർ സ്റ്റഡിങ് ദാറ്റ് പർപ്പസ്.
സോ നമ്മൾ ഡേറ്റ സയൻസ് മെയിൻലി നമ്മൾ പഠിക്കുമ്പോൾ ഡേറ്റ സയൻസിൽ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒരു മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ലെവലിൽ ഒരു ബേസിക് ലെവലിൽ നിങ്ങൾക്ക് ഒരു നോളജ് ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ അൽഗോരിതംസിന്റെ കാൽക്കുലേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേസിക് ലെവലിൽ ഒരു മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ അത്രയും ഹൈലി ടാലന്റ് മാത്സിൽ ഹൈലി ടാലന്റ് ആവണം നിർബന്ധമൊന്നുമില്ല. ഒരു ബേസിക് ലെവലിൽ നമ്മുടെ ഈ സ്കൂളിലും കോളേജിലും പഠിച്ച ഒരു ബേസിക് ലെവലിൽ ഉണ്ടായിരുന്നാൽ മാത്രം മതി. ഓക്കെ. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിങ്ങൾ ഫ്ലുവന്റ് ആയിരിക്കണം, അതായത് ഓക്കെ ആയിരിക്കണം, കോൺഫിഡൻസ് ആയിരിക്കണം. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതായത് പൈത്തൺ ആവാം, അല്ലെങ്കിൽ ഇപ്പം മെയിൻലി മെഷീൻ ലേണിംഗ് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഡേറ്റ സയൻസിന് വരുമ്പോഴത്തേക്ക് രണ്ട് ലാംഗ്വേജ് ആണ് മെയിൻലി ഉള്ളത്, പൈത്തൺ അല്ലെങ്കിൽ ആർ. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. ഈ ഒരു ലാംഗ്വേജിൽ നിങ്ങൾ അത്യാവശ്യം കുറച്ചുകൂടെ ഒരു സ്കിൽഡ് ആയിരിക്കണം, എങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ നമുക്ക് മെയിൻലി പ്രോഗ്രാം ചെയ്യുന്നതെല്ലാം പൈത്തണിന്റെ അകത്താണ്. സോ അതിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ആക്ച്വലി പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് മെയിൻലി ഏതെങ്കിലും ഒരു ഡേറ്റാ ബേസിന്റെ കണ്ടന്റ് പറഞ്ഞിരിക്കണം. ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഏതെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം. അത് ഏതർ SQL ആവാം അല്ലെങ്കിൽ NoSQL ആവാം. ഇതിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലായി നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ. മൂന്നാമത്തെ കണ്ടന്റ് ആണ് ആ ഡൊമൈനെ പറ്റി നമുക്കൊരു നോളജ് ഉണ്ടായിരിക്കണം. ഞാൻ പഠിക്കാൻ പോകുന്ന ഡൊമൈൻ ഏതാണോ ആ ഡൊമൈനെ പറ്റി എനിക്കൊരു പൊതുവായിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കണം. എന്താണ് ഈ ഡൊമൈൻ, ഇവിടെ ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ള ഒരു ബേസിക് ലെവലിൽ നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കണം. അതിന്റെ വർക്കിംഗ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കൊരു ബേസിക് ലെവലിൽ ഇത് എന്താണ്, ഈ ഒരു ഫീൽഡ് എന്താണ് എന്നുള്ളത് നമ്മുടെ ഗൂഗിളിലൊക്കെ നോക്കി നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. ഈ മൂന്ന് റിക്വയർമെന്റ് ആണ് നമ്മൾ ഡേറ്റ സയൻസ് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ട കാര്യം. ഓക്കെ. സോ ഈവൻ ഇഫ് നമുക്ക് പ്രോഗ്രാമിംഗ് സ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഫർദർ പഠിച്ച് എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് നോർമലി ഈ ഡൊമൈൻ നോളജും അതുപോലെ മാത്തമാറ്റിക്സിന്റെ കാര്യം ബേസിക് ലെവലിൽ നമുക്ക് നോർമലി ഉണ്ടായിരിക്കും. ഇതാണ് മെയിൻ നമ്മൾ ഡേറ്റ സയൻസ് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങൾ. നമ്മൾ ഇത് അറിയാമെങ്കിൽ മാത്രമാണ് നമുക്ക് മെയിൻലി ഡേറ്റ സയൻസിൽ എടുക്കാൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരാം. ഓക്കെ. ഇനി നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്, മെയിൻലി നമ്മൾ ഇന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്ന നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് ഇത്രയും പോയിന്റ്സ് ആണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം നിങ്ങൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് ഡേറ്റ സയൻസ് എന്ന് പറയുന്നത്. നമ്മൾ കുറെ അടുത്ത് കേട്ടിട്ടുണ്ട് ഡേറ്റ സയൻസ് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ചിലർ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് എന്താണ് ഡേറ്റ സയൻസ് എന്നറിയാത്തവരുമുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും എന്താണ് ഡേറ്റ സയൻസ് എന്ന് പറയുന്നത്, എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, അതെങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോക്കും. അതിനുശേഷം നമ്മുടെ മെഷീൻ ലേണിംഗ് ടെക്നീക്സ് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്യും. പല ടൈപ്സ് ഓഫ് ടെക്നീക്സ് ഉണ്ട്, അത് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യും. അതേപോലെ നമ്മൾ ഇന്നത്തെ കാലത്ത് ഇപ്പൊ അപ്ഡേറ്റ് ആയിട്ട് ഇപ്പോ റീസെന്റ് നമ്മൾ ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണ്, ടെക്നോളജി ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒന്നായിരിക്കും നമ്മുടെ ഡേറ്റ സയൻസ് വർക്ക് ആവുന്ന ലൈഫ് സൈക്കിൾ. ഒരു റിയൽ ലൈഫിൽ ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ ലൈഫ് സൈക്കിൾ അതിന്റെ ഡേറ്റ സയൻസ് വർക്ക് ആവുന്ന എങ്ങനെയാണ് എന്നുള്ളതും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ലൈവായിട്ട് ഒരു പ്രോഗ്രാം ചെയ്തു നോക്കും. ഡേറ്റ സയൻസിന്റെ അകത്ത് പൈത്തൺ വെച്ച് നമ്മളൊരു പ്രോഗ്രാം ചെയ്തു നോക്കും. അതിനുശേഷം നമുക്ക് ഇത് പഠിച്ച എന്താവാം, അല്ലെ എന്താ ഈ ഒരു ഫീൽഡ് ഡേറ്റ സയൻസ് എന്ന് പറയുന്ന ഫീൽഡ് പഠിച്ചത് കൊണ്ട് എന്ത് നേടാം, അല്ലെങ്കിൽ നമുക്ക് അത് കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഉള്ളത് എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും പിന്നീടുള്ള സെക്ഷൻ. അതിനുശേഷം വരുന്ന നമ്മുടെ ഈ ഒരു ഡേറ്റ സയൻസ് എന്ന് പറയുന്ന ഫീൽഡിന് ഇനി അങ്ങോട്ട് ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിച്ച ഉപയോഗം ഉണ്ടോ ഇല്ലയോ എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു പാർട്ടായിരിക്കും ദ ഗ്രോയിങ് ഡിമാൻഡ് ഫോർ ഡേറ്റ സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ലാസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷൻ വെച്ച് നമുക്ക് ഇത്രയും പഠിപ്പിച്ച് നമ്മൾ ഇത്രയും പറഞ്ഞ ഈ വെബിനാറിലെ കണ്ടന്റ്സ് എല്ലാം നമ്മൾ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് പറയുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത്. നമ്മുടെ വെബിനാറിന്റെ അജണ്ട എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ. സോ ഹോപ്പ് എല്ലാവർക്കും ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് കയറാം. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ഡേറ്റ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ എല്ലാ യൂസ് കേസിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഡേറ്റ സയൻസ്. ഡേറ്റ സയൻസ് ഇല്ലാത്ത ഇപ്പൊ ഒരു ഫീൽഡും ഇല്ല. എല്ലാ ഫീൽഡിലും ഓൾമോസ്റ്റ് 95% എബോവ് എല്ലാ ഫീൽഡിന്റെ അകത്തും നമുക്ക് ഡേറ്റ സയൻസ് വന്നു കഴിഞ്ഞു.
ഇവൻ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാണ്. നിങ്ങൾ മൊബൈലിൽ ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുന്നു. ആ സെർച്ച് ചെയ്യുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പിന്നീട് ആമസോണിൽ സജഷൻ കാണിക്കുന്നതും അതേപോലെ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് വെബ്സൈറ്റിൽ സജഷൻ കാണിക്കുന്നതും എല്ലാം ഇതിന്റെ പിറകിലുള്ളത് തന്നെയാണ്. ഡേറ്റ സയൻസ് തന്നെയാണ് അതിലെല്ലാം വരുന്നത്. ഡേറ്റ അവിടെ കളക്ഷൻ ചെയ്ത് അതിന് വേണ്ട രീതിക്ക് ആർക്കാണോ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് ആരാണോ അവർക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, അതാണ് നമ്മൾ അവിടെ മെയിൻലി ചെയ്യുക. അതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ സയൻസിന്റെ സഹായത്തോടെയാണ് മെയിൻലി ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പൊ ഡേറ്റ സയൻസ് ഇല്ല, അപ്പൊ പണ്ടൊക്കെയാണ് എങ്ങനെ വർക്ക് ചെയ്യുക? ഡേറ്റ സയൻസ് ഇല്ലെങ്കിലും അത് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് കറക്റ്റ് നമ്മളെ ടാർഗറ്റ് ഓഡിയൻസിനെ നമുക്ക് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ കറക്റ്റ് ടാർഗറ്റ് ഓഡിയൻസിന് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ യൂസ് ഡേറ്റ സയൻസ് ഫോർ ബെറ്റർ എഫിഷ്യൻസി. ഓക്കെ, ഇപ്പൊ ഡേറ്റ സയൻസ് പറയുന്നത് കുറെ ഡേറ്റ കാണും. ഓക്കെ, കുറെ ഡേറ്റാസ് കാണും. ഈ ഡേറ്റ എല്ലാം എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രശ്നം എന്താണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു പ്രൊജക്ട് ചെയ്യുവാണ്. പ്രൊജക്ട് ചെയ്യുമ്പം അവിടെ ഡേറ്റ സയൻസ് എങ്ങനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം എന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം അവിടുത്തെ എന്താണ് പ്രശ്നം എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഓക്കെ, സോ ആ ഒരു റിയൽ വേൾഡിനകത്തുള്ള പ്രോബ്ലം എന്താണ് എന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കൊരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ട്, പക്ഷെ എനിക്ക് സെയിലൊന്നും നടക്കുന്നില്ല. ഓക്കെ, സോ നോർമലി ഞാനൊരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്താ ചെയ്യുക, എന്തുകൊണ്ടാണ് അവിടെ ബിസിനസ് നടക്കാത്തതെന്ന് ഞാൻ പഠിക്കും, അല്ലെ? അപ്പൊ അവിടെ എനിക്ക് ഞാൻ ജസ്റ്റ് നോക്കി പഠിച്ചു, ഇത് പ്രോപ്പർ ആയിട്ട് ആൾക്കാരിൽ എത്തുന്നില്ല, അങ്ങനെ പഠിച്ചു. അപ്പൊ ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്തു, കുറച്ചും കൂടെ റെക്കമെൻഡേഷൻ സിസ്റ്റം ഞാൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് ഒരു യൂസർ വന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഈ ഒരു യൂസർ വന്നിട്ട് ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള ആഡ് തന്നെ യൂസറിന് കൊടുത്താലേ ഉപയോഗമുള്ളൂ, എങ്കിലേ ആ യൂസറെ സാധനം ബൈ ചെയ്യത്തുള്ളൂ. സോ അപ്പൊ അവിടെ ഞാൻ എന്ത് ചെയ്യും, അതേ സെയിം കണ്ടന്റ് തന്നെ ജസ്റ്റ് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ ഡേറ്റനെ ഡിപ്പെൻഡ് ചെയ്ത് അവിടുത്തെ ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യുകയാണ്. യൂസറിനെ കൊണ്ട് സജസ്റ്റ് ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ പോസിബിലിറ്റി ഉണ്ട് യൂസർ വാങ്ങാം. ഇങ്ങനെയാണ് നമ്മുടെ എല്ലാ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസും വർക്ക് ആവും. നമ്മുടെ ആമസോണും ഫ്ലിപ്കാർട്ടും എല്ലാ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസും മെയിൻലി വർക്ക് ആവുന്നത് ഇതേപോലെയാണ്. നമ്മൾ ഒരു സാധനം സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ സജഷൻസ് കൂടുതൽ തരാൻ തുടങ്ങും. അപ്പൊ നമ്മളാണ് ടാർഗറ്റ് ഓഡിയൻസ്. സെർച്ച് ചെയ്തു നമ്മളാണ് ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്. ആ ടാർഗറ്റിലോട്ട് എന്ത് ചെയ്യും, ഇതേപോലെ ഡേറ്റാസ് നമുക്ക് സജഷൻ തരും. ഇത് നമ്മളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ഇത് ചെയ്യുന്നത് ഡേറ്റ സയൻസ്. ഡേറ്റ അവിടെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ ഡേറ്റയെ ഒരു റിയൽ ലൈഫ് പ്രോബ്ലം ആയിട്ട് സോൾവ് ചെയ്യിപ്പിക്കുന്നു. അത് ചെയ്യാനായിട്ട് നമ്മൾ മെയിൻലി ഡേറ്റ സയൻസ് ആണ് ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ ഇതെങ്ങനെ സോൾവ് ചെയ്യണം, എന്തൊക്കെ വഴി ചെയ്യാം എന്നുള്ളതെല്ലാം നമ്മൾ ഇതിന്റെ പിറകിൽ നോക്കും. ഓക്കെ, സോ ഈ ഡേറ്റ സയൻസ് എന്ന് പറയുന്നത് ഒരു ഒറ്റ വാക്കിലുകൾ തീർത്തെങ്കിലും ഇതിന്റെ പിറകിൽ കുറെ ഡിവിഷൻസ് ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്തായാലും ഒരു ടെക്സ്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്താലും ഞാൻ രണ്ടാമതൊരു കാര്യം ചെയ്യാൻ പോകുന്നത് ആ ഡേറ്റിനെ അനലൈസ് ചെയ്യുക ചെയ്യുക. അതായത് എനിക്കൊരു യൂസർ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ പാറ്റേൺ ഞാൻ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, സോ ചിലപ്പോൾ യൂസർ ഒരു 1 മന്ത് ഗ്യാപ്പ് വിട്ടാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നത് എങ്കിൽ ഞാൻ അങ്ങനെ നോട്ടീസ് ചെയ്യാം. അല്ല, ചിലപ്പോൾ ഈ യൂസർ ഡെയിലി വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ യൂസർ ഡെയിലി കയറി സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷെ പർച്ചേസ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് മെയിൻലി എന്ത് ചെയ്യാം, അവിടെ എക്സ്പ്ലോർ ചെയ്യാണ്. ആ ഉള്ള ഡേറ്റനെ വെച്ച് ഞാൻ അവിടെ എന്ത് ചെയ്യാണ്, എക്സ്പ്ലോർ ചെയ്ത് നോക്കുകയാണ്. സോ ആ ഒരു പാർട്ടിനെ പറയുന്ന പേരാണ് ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോ ഡേറ്റ അനലൈസ് ചെയ്തു, അതായത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഡേറ്റിനെ പറ്റി. ഇനി നെക്സ്റ്റ് വരുന്ന പാർട്ടാണ് ഡേറ്റ വിഷ്വലൈസേഷൻ. ഞാൻ ഈ അനലൈസ് ചെയ്ത ഡേറ്റയെ ഒരു ഗ്രാഫ് രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷ്വലി ഞാൻ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ഡേറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ ഫുള്ള് റെഡിയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പ്രഡിക്ഷൻ ചെയ്താൽ മതി. വിച്ച് മീൻസ് ഞാനൊരു ഡേറ്റ കൊടുത്തു, യൂസറിന് അടുത്തൊരു 10 പ്രൊഡക്റ്റിനെ റെക്കമെൻഡ് ചെയ്യുക. അതാണ് ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഞാനിപ്പോ ഒരു ഫോൺ സെർച്ച് ചെയ്തു, ഒരു പുതിയ 10 ഫോൺ എനിക്ക് റെക്കമെൻഡ് ചെയ്യാം. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്യാം. കുറെ ടൈപ്സ് ഓഫ് അൽഗോരിതംസ് ഉണ്ട്, നമ്മൾ ഫർദർ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.
സോ അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു മോഡൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമ്മൾ പ്രഡിക്ഷൻ ചെയ്യും. ഏതെങ്കിലും ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതം വെച്ച് ഈ ഡേറ്റ വെച്ച് നമ്മുടെ കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കും. ഓക്കെ, നമ്മൾ നമ്മുടെ മെഷീനെ നമ്മൾ എന്ത് ചെയ്യും, ട്രെയിൻ ചെയ്യും. സോ ആഫ്റ്റർ ട്രെയിനിങ് ഞാൻ അവിടെ എന്ത് ചെയ്യും, അതിനെ വെച്ച് ഞാൻ ഒരു പുതിയ പ്രഡിക്ഷൻ ഞാൻ പ്രഡിക്റ്റ് ചെയ്ത് നോക്കും. ഓക്കെ, ആ വാല്യൂവിനെ നമ്മൾ ഒന്നും കൂടെ ബെറ്റർ ആക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ മെഷീൻ ലേണിംഗിൽ വരുമ്പോഴത്തേക്കും നമുക്കവിടെ ഓൾറെഡി ഉള്ള ഡേറ്റനെ വെച്ച് പ്രഡിക്ഷൻ ചെയ്യുമ്പോഴത്തേക്കായിരിക്കും ബെറ്റർ ആക്യുറസി കിട്ടുക. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ റിയൽ ലൈഫിൽ ഒരു ആപ്ലിക്കേഷനും തന്നെ നമ്മൾ ഓൾറെഡി കൊടുത്ത ഡേറ്റ വെച്ച് മാത്രമായിരിക്കില്ല റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൻ്റെതായ ഡേറ്റയും സ്വന്തമായിട്ട് അത് ജനറേറ്റ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പൊ അതിനൊക്കെ മെയിൻലി ഒരു സെൽഫ് കേപ്പബിൾ ആയിട്ട് ഒരു ഡിസിഷൻസ് എടുക്കാനൊക്കെ ആയിട്ടാണ് മെയിൻലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീപ്പ് ലേണിംഗ് അവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഞാനിപ്പോ പ്രഡിക്റ്റ് ചെയ്തു, ഫോർ എക്സാമ്പിൾ ഞാനൊരു 10 ഫോൺ വീണ്ടും പ്രഡിക്റ്റ് ചെയ്തു. ആ 10 ഫോണിൽ എത്ര ഫോൺ യൂസർ വാങ്ങും എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്. ആ ഡിസിഷൻ ഒക്കെ എടുക്കുന്നത് മെയിൻലി അങ്ങ് ഡീപ്പ് ലേണിംഗ് വെച്ചാൽ മെയിൻലി ചെയ്യുക. നമുക്ക് മെഷീൻ ലേണിംഗ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ആക്യുറസി കിട്ടില്ല അവിടെ. കാരണം മെഷീൻ ലേണിംഗ് എപ്പോഴും ഒരു അറിയാവുന്ന ഡേറ്റ വെച്ച് പ്രഡിക്ഷൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് അറിയാത്ത ഡേറ്റ വെച്ച് പ്രഡിക്ഷൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീപ്പ് ലേണിംഗ് യൂസ് ചെയ്യാം. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. അപ്പൊ നമ്മൾ മെയിൻലി ഡീപ്പ് ലേണിംഗ് അവിടെ യൂസ് ചെയ്യും. അപ്പൊ അതിന് സെൽഫായിട്ടൊരു കേപ്പബിൾ ആണ്, സെൽഫ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. മെഷീൻസിന് സെൽഫായിട്ട് കേപ്പബിൾ എടുക്കാനുള്ള കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുവാണ്. സോ ഇത്രയും പ്രോസസ്സാണ് മെയിൻലി നമുക്ക് എപ്പോഴും ഒരു ഡേറ്റ സയൻസിൽ നമുക്ക് വരുമ്പോഴത്തേക്ക് മെയിൻലി വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡേറ്റനെ എക്സ്ട്രാക്ട് ചെയ്യും. അതിനുശേഷം ആ ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. അതായത് ഡേറ്റ എങ്ങനെയൊക്കെയാണ് വർക്ക് ആവുന്നത്, ആ പാറ്റേൺ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞ് വിഷ്വലൈസ് ചെയ്യും. അതായത് നമുക്കൊന്ന് വിഷ്വലി കാണാനായിട്ട് മേ ബി ഒരു ഡാഷ്ബോർഡ് പോലെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചാർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ ഡേറ്റ വിഷ്വലൈസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മെഷീൻ ലേണിംഗ് പാർട്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ ഒരു മോഡൽ ബിൽഡ് ചെയ്യും. ആ മോഡൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യും, പ്രഡിക്ഷൻ ചെയ്യും. അത് നമ്മുടെ ഡിസിഷൻസിനെ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് പ്രഡിക്ഷൻ ചെയ്യും. ഇനി അതിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനായിട്ടാണ് മെയിൻലി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഡീപ്പ് ലേണിംഗ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ അതിനടുത്തേക്ക് നമ്മുടെ മെഷീനെ സ്വന്തമായിട്ട് സെൽഫ്ലി ഡിസിഷൻസ് എടുക്കാനുള്ള കേപ്പബിലിറ്റി കുറച്ചുകൂടെ പ്രൊവൈഡ് ചെയ്യണം. ഇത് ഓൾറെഡി നമുക്ക് ഉണ്ട്, ബട്ട് കുറച്ചും കൂടെ അത് ബെറ്റർ ആക്കി കൊടുക്കുകയാണ്. അതാണ് മെയിൻലി നമ്മൾ ഡീപ്പ് ലേണിംഗിൽ ചെയ്യുന്നത്. ഓക്കെ, സോ എന്തോ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു അവിടെ കസ്റ്റമേഴ്സ് നമുക്ക് വരുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് നമുക്ക് അവിടെ ഡേറ്റ സയൻസ് എന്തിനാ ഉപയോഗിക്കേണ്ടതെന്ന് ചോദ്യം വരുമ്പോഴത്തേക്കാണ് നേരത്തെ പറഞ്ഞത്, നമുക്ക് ഇതുപോലെ ഡേറ്റ എടുത്ത് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഇതുപോലെ പ്രഡിക്ഷൻ ചെയ്യാം. സോ വൈ ഈസ് ഡേറ്റ സയൻസ് ഇമ്പോർട്ടൻറ്റ്? അതൊരു വലിയ ചോദ്യമാണ്. എപ്പോഴും നമുക്ക് ഇപ്പൊ നമുക്ക് ഏതൊരു ഇൻഡസ്ട്രി വരികയാണെങ്കിൽ നമുക്ക് ഡേറ്റ സയൻസ് ഉള്ള വാക്ക് ഇപ്പോൾ കേൾക്കുന്നുണ്ട്. സോ എന്തുകൊണ്ട് ഡേറ്റ സയൻസ് എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതിലെ ഫസ്റ്റ് റീസൺ ആണ് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ. സോ നമുക്ക് നോർമലി നമ്മൾ ഇതിന് മുന്നേ വരെ, അല്ലെങ്കിൽ ബിഫോർ ദ ഡേറ്റ സയൻസ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വരെ ദർ വാസ് എ റൂൾ ബേസ്ഡ് സിസ്റ്റം. എന്ന് വെച്ചാൽ നമ്മളൊരു പ്രീ ഡിഫൈൻഡ് കോഡ് കൊടുത്തേക്കും. അപ്പൊ ആ ഒരു കോഡ് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും മെയിൻലി വർക്ക്. അത് റൂൾ ബേസ്ഡ് ആയിരിക്കും വർക്ക് ആവാം. ഓക്കെ, അവിടെ ഒരു സർട്ടൻ റൂൾസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ആ ഒരു റൂളിന്റെ ബേസ് ചെയ്തായിരിക്കും മെയിൻലി അവിടെ എന്ത് ചെയ്യുക, നമ്മുടെ ഡേറ്റാസിന്റെ ഡിസിഷൻസ് എടുക്കുക. പക്ഷെ കാലം മാറും. നമുക്ക് ആ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് വെച്ചിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ റെക്കമെൻഡേഷൻ മാത്രം കൊടുത്തിട്ട് ഉപയോഗമൊന്നുമില്ല. യൂസേഴ്സ് വാങ്ങുന്നത് വളരെ കുറവാണ്. സോ ആ ഒരു യൂസറിന്റെ പർച്ചേസ് ഹിസ്റ്ററി, ആ ഒരു യൂസറിന്റെ ബിഹേവിയർ, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് സജഷൻ കൊടുത്താലേ യൂസേഴ്സ് വാങ്ങത്തുള്ളൂ, ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കത്തുള്ളൂ. നോർമൽ എന്റെ ബ്രൗസിംഗ് വരുന്ന ഫോണ്, സ്മാർട്ട് ഫോൺസ്, അതേപോലെ മൊബൈൽ ചാർജർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ യൂസറിന് ഇലക്ട്രോണിക്സ് ടൈപ്പ് ഐറ്റംസ് കൂടുതൽ സജസ്റ്റ് ചെയ്താലേ യൂസറിന്റെ പർച്ചേസിങ് ചാൻസ് കൂടുതലുള്ളൂ. അപ്പൊ അതേപോലെ നമ്മൾ ഡേറ്റയെ ഡിപ്പെൻഡ് ചെയ്ത് ഡിസിഷൻസ് എടുക്കാനുള്ള കേപ്പബിൾ വേണം. അത് നമ്മുടെ റൂൾ ബേസിസിന് പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കേസിനെ പറ്റി നമുക്ക് മെയിൻലി ഡേറ്റ സയൻസ് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അവിടെയാണ് ഡേറ്റ സയൻസിന് ഇമ്പോർട്ടൻസ് വരുന്നത്. സോ അത് മെയിൻലി ഡേറ്റ ഡ്രിവൺ ഡിസിഷൻസ് എടുക്കാനുള്ള കേപ്പബിൾ ആണ്. ഇപ്പൊ നമുക്ക് നിങ്ങൾ പലപ്പോഴും കാണാറുണ്ട്, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് എടുത്തേക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ പ്രൈസ് ഇൻക്രീസ് ആവാറുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫേഴ്സ് തരാറുണ്ട് ഓട്ടോമാറ്റിക്കലി.
ഫ്ലിപ്കാർട്ടിലൊക്കെ നിങ്ങൾക്ക് ഒരു പ്രൈസ് പ്രൊഡക്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ മാക്സിമം തരും, മാക്സിമം ഡിസ്കൗണ്ട് ഉണ്ടെന്ന് കാണിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കാണിക്കാറുണ്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട്. ഇതിന്റെ എല്ലാം പിറകിൽ ഡേറ്റ സയൻസ് തന്നെയാണ് വർക്ക് ആവുന്നത്. അതേപോലെ നോർമലി ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ എഫിഷ്യൻസി നമുക്ക് ഡേറ്റ സയൻസിൽ കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഇവിടെ എല്ലാം നമ്മള് ഹ്യൂമൻസിന് ഇന്റർവെൻഷൻ വരുന്നില്ല, മെയിൻലി മെഷീൻസ് തന്നെയാണ് എല്ലാ ഡിസിഷൻസും എടുക്കുന്നതും എല്ലാം വരുന്നതും. അപ്പം ഹ്യൂമൻസിന് സൈഡിൽ നിന്ന് വരുന്ന എറേഴ്സ് വളരെ കുറവായിരിക്കും. അപ്പൊ കുറച്ചും കൂടെ എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഡേറ്റ സയൻസ് ഉപയോഗിക്കുമ്പോഴത്തേക്കും അവിടെ നമുക്ക് മാനുവലി കൊടുക്കുന്ന സജഷൻസ് അല്ലാതെ കസ്റ്റമറിന്റെ അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമറിന്റെ ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിന്റെ ട്രെൻഡ് ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, പേഴ്സണലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഞാൻ മേ ബി ഇപ്പൊ പറയുന്നു ഇന്ന് സ്മാർട്ട് ഫോണാണ് ഏറ്റവും ട്രെൻഡിങ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് എനിക്ക് പ്രൊഡക്റ്റ് സജഷൻ ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കലി, മാർക്കറ്റ് അനലൈസ് ചെയ്ത്. അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതൊക്കെ ചെയ്യാനായിട്ട് മെയിൻലി നമുക്ക് ഡേറ്റ സയൻസ് ഇസ് എ ക്രൂഷ്യൽ പാർട്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡേറ്റ സയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യത്തിലും. നമുക്ക് ഡേറ്റ സയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ നമുക്ക് ഈ മെഷീൻ ലേണിംഗ് ഫസ്റ്റ് ഓഫ് ഓൾ ഡീപ്പ് ലേണിംഗിലോട്ട് പോകുന്നതിന് മുമ്പ് ഡേറ്റ സയൻസിന്റെ ബേസ് സാധനമാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മെഷീനെ നമ്മളവിടെ മെയിൻലി പഠിപ്പിക്കുക. ഓക്കെ, സോ നമുക്ക് പല ടൈപ്സിൽ നമുക്ക് പഠിപ്പിക്കാം. ഒരു മെഷീൻ നമുക്ക് പല ടൈപ്സിലാക്കി നമുക്ക് മെയിൻലി പഠിപ്പിക്കാനായിട്ട് സാധിക്കും. സോ അതിലെ കുറച്ച് ടൈപ്സാണ് മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടി ഫസ്റ്റ് എന്താണ് മെഷീൻ ലേണിംഗ് എന്നുള്ളത് നോക്കാം. സോ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ സയൻസിന്റെ അകത്ത് വരുന്ന ഒരു ഫീൽഡാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിനെ നമ്മളൊരു കണ്ടന്റ് ഡേറ്റ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മെയിൻലി എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് മെയിൻലി നമ്മൾ ചെയ്യുന്നത്. അത് എയ്തർ ഇംപ്ലിസിറ്റ്ലി ആവാം അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ്ലി ആവാം. അതായത് മെഷീൻ അറിഞ്ഞുകൊണ്ട് പഠിപ്പിക്കാം, അല്ലെങ്കിൽ മെഷീൻ അറിയാതെ മെഷീൻ തന്നെ ഓട്ടോമാറ്റിക്കലി പഠിക്കുന്ന രീതിക്കും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിനാണ് മെയിൻലി നമ്മൾ മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യുന്നത്. മെയിൻലി പറയുകയാണെങ്കിൽ ദർ ആർ 3 ടൈപ്സ് ഓഫ് ലേണിംഗ് ടെക്നിക്സ്. 3 ടൈപ്പ് ഓഫ് ലേണിംഗ് ടെക്നിക്സ് ആണ് മെയിൻലി ഉള്ളത്. ഒന്ന് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, ദെൻ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, ദെൻ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഇപ്പൊ നിങ്ങളൊരു എക്സാമ്പിൾ എടുക്കുക, ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ആ ഒരു ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരാള് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നു. നമ്മളിതിനെ ഒരു ടേമിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് വിത്ത് ലേബൽഡ് ഡേറ്റ എന്ന് പറയും. ട്രെയിനിങ് വിത്ത് ലേബൽഡ് ഡേറ്റ, അതായത് നമുക്ക് അറിയാവുന്ന ഒരു ഡേറ്റ കൊടുത്ത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടീച്ചർ ഒരു സ്റ്റുഡന്റിനെ പഠിപ്പിക്കുന്നത് പോലെ. ആ ടീച്ചർ എന്താ ചെയ്യുന്നത്, ടീച്ചർ ജസ്റ്റ് ടെക്സ്റ്റോ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് ഏതെങ്കിലും റെഫറൻസ് എടുത്തിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും, സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു കൊടുക്കും. അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ സ്റ്റുഡൻസിന് അറിയാവുന്ന നോളജ് എന്ന് പറയുന്നത് ആ ടീച്ചർ പറയുന്ന ഘടന ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവിടെ ഒരിക്കലും ആ സ്റ്റുഡന്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവില്ല. ഓക്കെ, അതാണ് മെയിൻലി സൂപ്പർവൈസർ വരുമ്പോഴത്തേക്ക് ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എന്താണോ അതിനെ വെച്ച് മാത്രമേ പ്രഡിക്ഷൻ ചെയ്യത്തുള്ളൂ. ഓക്കെ, നമ്മൾ കൊടുത്ത ഡേറ്റ എന്താണോ അതിനെ വെച്ച് പ്രഡിക്ഷൻ ചെയ്തുതരും. പക്ഷെ ഔട്ട് ഓഫ് ദ ബോക്സ് ഞാനൊരു കാര്യം അതിനെ പ്രഡിക്ഷൻ ചെയ്യാൻ കൊടുത്താൽ അത് ഇന്നാക്യുറേറ്റ് ഡേറ്റ ആയിരിക്കും വരാം. അത് പ്രോപ്പറായിട്ട് ആക്യുറസി കിട്ടില്ല. ഓക്കെ, സോ മെയിൻലി സൂപ്പർവൈസർ എന്ന് പറയുമ്പോഴത്തേക്കും ലേബൽഡ് ഡേറ്റ വെച്ച്, അതായത് നമുക്ക് അറിയാവുന്ന ഡേറ്റ വെച്ച് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിനാണ് മെയിൻലി എന്ത് പറയുന്നത് അവിടെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വെച്ചാൽ നമുക്കൊരു ഡേറ്റ ഉണ്ട്, പക്ഷെ ആ ഡേറ്റയ്ക്കകത്ത് എന്തൊക്കെയാണ് നമുക്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു 100 കസ്റ്റമേഴ്സ് ഉണ്ട്. സോ ഈ കസ്റ്റമേഴ്സിൽ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ആരാണ്, ഏറ്റവും കുറച്ച് പർച്ചേസ് ചെയ്യുന്ന ആരാണ്, ഏറ്റവും നമുക്ക് ആവറേജ്ലി ലൈക്ക് കോമൺലി പർച്ചേസ് ചെയ്യുന്ന ആരൊക്കെയാണ് എന്നുള്ള ലിസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ നോർമലി കാറ്റഗറൈസ് ചെയ്യേണ്ടി വരും.
അവിടെ നമുക്ക് ആക്ച്വലി ഡേറ്റയ്ക്കകത്ത് ഒരു നോളജ് നമുക്കില്ല, അല്ലെ? നമ്മുടെ കുറെ ഡേറ്റ ഉണ്ട്, അപ്പൊ നമുക്ക് മെഷീൻ അവിടെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്സ് ഉപയോഗിക്കാം. ഡേറ്റയെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് ഒരു അൺലേബിൾ ഡേറ്റ ഉണ്ടെങ്കിൽ ആ ഡേറ്റയെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് നമുക്ക് തരംതിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് മെയിൻലി ഇത് യൂസ് ചെയ്യാം. ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞത്. ആക്ച്വലി നമുക്കൊരു 100 കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് വെക്കാം. എനിക്ക് ആ 100 കസ്റ്റമേഴ്സിനെയും സെഗ്മെന്റ് ചെയ്യാന്ന് പറയും, അതായത് തരം തിരിച്ച് മാറ്റാം. ഓക്കെ, സോ ഇത് ഹൈ ഇൻകം ഉള്ള ഒരാളാണ്, സോ അയാൾക്ക് ഇന്ന പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്താലേ ഉപയോഗമുള്ളൂ. ദെൻ ഇതൊരു മീഡിയം ലെവലിൽ സാലറി ഉള്ള ഒരാളാണ്, സോ അയാൾക്ക് ഇന്ന, അല്ലെങ്കിൽ അയാളുടെ പർച്ചേസ് ഹിസ്റ്ററി നോക്കിയിട്ട് ഇത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, സോ അതിന് ആ ഒരു കസ്റ്റമറിന് ഇത്ര റേഞ്ചിലുള്ള പ്രൊഡക്ട്സ് സജസ്റ്റ് ചെയ്താലായിരിക്കും കൂടുതൽ പർച്ചേസ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. അതേപോലെ ഒട്ടും പർച്ചേസ് ചെയ്ത ആൾക്കാണെന്നുണ്ടെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള ഓഫേഴ്സും അതിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള പ്രൊഡക്ട്സ് കാണിച്ചാൽ മാത്രമേ അവിടെ ഉപയോഗമുള്ളൂ. അപ്പൊ അതിനെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് മെയിൻലി നമ്മൾ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉപയോഗിക്കാം. നമുക്ക് അറിയാത്തൊരു ഡേറ്റ ഉണ്ട്, ആ ഡേറ്റനെ വെച്ച് നമുക്ക് പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് മെത്തേഡ്. ഐ ഹോപ്പ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇടാം, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, മൂന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത് ഡേറ്റ കൊടുക്കാൻ ഡേറ്റ കാണില്ല, സ്വന്തമായിട്ടായിരിക്കും പഠിക്കുക. ഫ്രം എക്സ്പീരിയൻസ് എന്നായിരിക്കും എന്ത് ചെയ്യുക, ഇത് പഠിക്കുക. ഓക്കെ, സോ ഇപ്പൊ നമ്മുടെ ഒരു മെഷീനെ നമ്മൾ ജസ്റ്റ് ഒരു മെയ്സിൽ ഇറക്കി വിട്ടാൽ അത് മെഷീൻ തന്നെ കണ്ടുപിടിച്ചോണം എങ്ങനെ ജയിക്കാം, ആ ഒരു ലെവൽ എങ്ങനെ ജയിക്കാം എന്നുള്ളത് മെഷീൻ തന്നെ കണ്ടുപിടിച്ചോണം. സോ ദാറ്റ് ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് നമുക്ക് എന്ത് ചെയ്യുക, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് വരാം. അവിടെ ഡേറ്റ നമ്മൾ കൊടുക്കുന്നില്ല, നമ്മൾ ഡേറ്റ കൊടുക്കില്ല, മെഷീൻ തന്നെ അതിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ചെടുക്കും. അതെങ്ങനെയാ പഠിക്കുക? നിങ്ങൾക്ക് ആ ഒരു ഇമേജിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു കണ്ടന്റ്സ് കാണാൻ പറ്റും. എൻവയോൺമെന്റ്, അതേപോലെ തന്നെ സ്റ്റേറ്റ്, റിവാർഡ്, ഏജന്റ്, ആക്ഷൻ എന്നത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അപ്പൊ അവിടെ മെയിൻലി വരുന്നത് എന്താ? എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ മെയ്സ് ആണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഏജന്റ് അല്ലെങ്കിൽ ആ ഒരു ബോട്ട് നിൽക്കുന്ന സ്ഥലമാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അത് ഗെയിം ആവാം, അല്ലെങ്കിൽ അതൊരു പ്ലേസ് ആവാം, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, സോ അവിടെ നിന്ന് നമ്മുടെ മോഡൽ എന്ത് ചെയ്യും, ഒരു പ്രഡിക്ഷൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ മെയ്സിലാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെക്കുക, അത് ലെഫ്റ്റ് പോകണോ റൈറ്റ് പോകണോ എന്നുള്ള ഡിസിഷൻ എന്ത് ചെയ്യും, ഇവിടെ മെഷീൻ തന്നെ പ്രഡിക്ഷൻ ചെയ്യും. ഓക്കെ, ആ പ്രഡിക്ഷൻ ചെയ്യുമ്പോൾ മെഷീൻ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ആക്ട് ചെയ്യുമ്പോൾ ആ പ്രഡിക്ഷൻ കറക്റ്റ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റിവാർഡ് കൊടുക്കും. ഓക്കെ, സോ മെയിൻലി റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് വർക്ക് ആവുന്ന റിവാർഡ് സിസ്റ്റം വെച്ചാൽ മെയിൻലി വർക്ക് ആവാം. ഇപ്പോ കറക്റ്റ് ഡിസിഷൻ ആണ് എടുത്തതെങ്കിൽ ഒരു പോസിറ്റീവ് റിവാർഡ് കൊടുക്കും, ഒരു പോസിറ്റീവ് വാല്യൂ കൊടുക്കും. ഇനി അഥവാ അവിടെ എടുത്ത ഡിസിഷൻ തെറ്റായി പോയി, റോങ് ഡിസിഷൻ ആണ് എടുത്തത് എങ്കിൽ ഒരു നെഗറ്റീവ് റിവാർഡ് പോയിന്റ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ മെയിൻലി ഡേറ്റ പഠിക്കുന്നത് നമ്മുടെ ഈ ഏജന്റ് മാക്സിമം നമുക്ക് ആ ഒരു റിവാർഡ് പോയിന്റ്, പോസിറ്റീവ് റിവാർഡ് പോയിന്റ് വാങ്ങണം. അതിനായിരിക്കും നമ്മുടെ മെയിൻലി നമ്മുടെ ഏജന്റ് വർക്ക് ആവുക. ഓക്കെ, നെഗറ്റീവായിട്ട് മാക്സിമം പോകാൻ ശ്രമിക്കത്തില്ല അത്. അങ്ങനെ ആയിരിക്കും മെയിനിലൂടെ പഠിക്കുക. അത് ഓരോ എക്സ്പീരിയൻസ്, ഇപ്പൊ മേ ബി ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ട് പോയി കഴിഞ്ഞാൽ അത് പഠിക്കും. ഓക്കെ, ഇനി അങ്ങനെ ഡിസിഷൻ എടുക്കുന്നത് തെറ്റാണ്, സോ നമുക്ക് അവിടെ ഇങ്ങനെ എടുക്കാം എന്നുള്ള സ്വന്തമായിട്ട് ഇത് കേപ്പബിൾ ആയിട്ട് പഠിക്കും ഫ്രം എക്സ്പീരിയൻസ്. സോ അങ്ങനെ മെയിൻലി നമ്മൾ ഒരു മോഡലിനെ അല്ലെങ്കിൽ ഒരു മെഷീനെ പഠിപ്പിക്കുന്നതാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ലേബിൾഡ് ഡേറ്റ വെച്ച് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വെച്ചാൽ ലേബിൾഡ് ആയിരിക്കില്ല, അൺലേബിൾഡ് ഡേറ്റ ആയിരിക്കും. ഇത് മെയിൻലി ഉപയോഗിക്കുന്നത് നമ്മുടെ പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയാണ് മെയിൻലി ഇത് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ഒന്നാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ ഒന്നും കൊടുക്കില്ല, ഇറ്റ് വിൽ ലേൺ ഫ്രം ഇറ്റ്സ് എക്സ്പീരിയൻസ്. അതിന്റെ എക്സ്പീരിയൻസ് എന്നായിരിക്കും മെയിൻലി എന്ത് ചെയ്യുക, അത് പഠിക്കുക.
നിങ്ങൾക്ക് അതിന്റെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാനായിട്ട് സാധിക്കും നമ്മുടെ ടെസ്ല കാർസ്. ടെസ്ല കമ്പനി അറിയാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനീസ് ആണ് ടെസ്ല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഡ്രൈവ് ചെയ്യുന്ന കാർ, സെൽഫ് ഡ്രൈവിംഗ് കാർസ് ഒക്കെ കുറെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. കുറെ ഇപ്പൊ ടെസ്റ്റിംഗ് ബേസിസിലാണ്, കുറെയൊക്കെ ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ടെസ്ല എന്ന് പറയുന്ന കമ്പനി ഓൾറെഡി അത് ഈ പുറം രാജ്യങ്ങളിൽ ഇറക്കി കഴിഞ്ഞു. അത് ഫുള്ളി സക്സസ്ഫുള്ളി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇത് ജസ്റ്റ് അവരെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ടെസ്ല ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിന്റെ ആക്സിഡന്റ് റേറ്റ് വളരെ കൂടുതലായിരുന്നു. ടെസ്ല ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ജസ്റ്റ് ഗൂഗിളിൽ നോക്കാം, അതിന്റെ ആക്സിഡന്റ് റേറ്റ് വളരെ കൂടുതലായിരുന്നു. പക്ഷെ ആ സെയിം സാധനം ഇപ്പൊ നിങ്ങളെടുത്ത് നോക്കിയേ, കറണ്ട് ഡേറ്റിലെ ട്രെൻഡിങ്ങൾ നോക്കിയേ, ആക്സിഡന്റ് റേറ്റ് വളരെ കുറവാണ്. മേ ബി ഒരു ബിലോ 10% വരാൻ ചാൻസസ് ഉള്ളൂ. കാരണം അത്രയ്ക്ക് അത് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞു. അവിടെ മെയിൻലി നമ്മൾ കൊടുത്തേക്കുന്നത് ഈ മെയിൻലി റീഇൻഫോഴ്സ്മെന്റ് പ്രിൻസിപ്പിൾ ആണ് മെയിൻലി വർക്ക് ആവുന്നത്. അവിടെ എന്താ, മെഷീൻ അവിടെ നിന്ന് അതിന്റെ ഓരോ തെറ്റ് പറ്റുമ്പോൾ അതിൽ നിന്നും തിരുത്തി പഠിച്ചു പോകുന്നത്. ഇപ്പൊ ഒരു കാറ് ഇടിക്കാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യും, അത് ഒരു നെഗറ്റീവ് പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് അതിനെ ഇനി ഒരിക്കലും ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ പഠിച്ചായിരിക്കും മെയിൻലി വർക്ക് ആവുക. ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് വരുമ്പോഴത്തേക്ക് ഒരു പ്രശ്നമേ ഉള്ളൂ, ഇറ്റ് വിൽ ടേക്ക് ടൈം. പക്ഷെ ബെറ്റർ ആക്യുറസി ആയിരിക്കും. ടൈം എടുക്കും, പക്ഷെ ആക്യുറസി നന്നായിരിക്കും, അത്യാവശ്യം നല്ല ആക്യുറസിനെ തരും. അതാണ് റീഇൻഫോഴ്സ്മെന്റിന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന് ഇനിയും എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ ഇനിയും ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ ഈ ടെസ്ല കാർസ് ചാറ്റ് ജി പി ടി ഇനിഷ്യലി റിലീസ് ചെയ്തപ്പോഴത്തേക്ക് അതിന് ആക്യുറസി വളരെ കുറവായിരുന്നു. മേ ബി നിങ്ങൾ ആ ടൈം ഉപയോഗിച്ചതിൽ വളരെ ചുരുക്കമായിരിക്കും. നിങ്ങളുടെ കൊറോണ സ്റ്റാർട്ടിങ് ടൈമിലാണ് ഫസ്റ്റ് ചാറ്റ് ജി പി ടി ഇവരോട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പബ്ലിക്കിന്. സോ ആ ഒരു ടൈമില് ചാറ്റ് ജി പി ടിയുടെ ആക്യുറസി വളരെ കുറവായിരുന്നു. നമ്മൾ പ്രോപ്പറായിട്ട് റോംപ്റ്റ് കൊടുത്താൽ തെറ്റുത്തരം നമുക്ക് മെയിൻലി വരാം. പക്ഷെ ആ ചാറ്റ് ജി പി ടി അല്ല ഇപ്പോഴുള്ള ചാറ്റ് ജി പി ടി. ഇഷ്ടംപോലെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൊടുത്ത ഡേറ്റയുടെ സെയിം സാധനം ഇപ്പൊ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ആക്യുറേറ്റ്ലി ഡേറ്റ വരുന്നുണ്ട്. അതിനി മേ ബി ഒരു 5 to 10 years കഴിയുമ്പോഴത്തേക്ക് ഇതിനേക്കാൾ ബെറ്റർ ആവും. ഒരിക്കലും അത് താഴ്ത്തു പോവില്ല. നമുക്ക് ആ ഒരു എന്താ മെഷീൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ആക്യുറസി എപ്പോഴും കൂടി വരത്തുള്ളൂ. അപ്പം അത്യാവശ്യം പ്രിസിഷൻ ഡേറ്റ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയാണ് മെയിൻലി നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് വർക്ക് ആവുന്നത്. ഓക്കെ, ഈ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആയിരിക്കും നമ്മുടെ ഡീപ്പ് ലേണിംഗ്, അതായത് AI നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് മെയിൻലി നമുക്ക് മെഷീൻ ലേണിംഗ് എന്താണ് എന്ന് പറയുന്നത് വരുന്നത്. ഇതിന്റെ ടോപ്പിലാണ് ഡാറ്റ സയൻസിന്റെ അകത്തുള്ള ഡീപ്പ് ലേണിംഗ് ഒക്കെ വരുന്നത്. മെഷീൻ ലേണിംഗ് ആണ് ഇതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഈ ഫൗണ്ടേഷന്റെ മുകളിലായിരിക്കും നമ്മുടെ ഡീപ്പ് ലേണിംഗ് വരാം. ഓക്കെ, സോ ഈ ഡീപ്പ് ലേണിംഗ് നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞു, മെഷീൻ ലേണിംഗ് പറഞ്ഞു, ഇതൊക്കെ സൂപ്പർവൈസ്ഡ് ചെയ്യാം, അൺസൂപ്പർവൈസ്ഡ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ചെയ്യാം, ഡീപ്പ് ലേണിംഗ് ചെയ്യാം. ഇതൊക്കെ എവിടെയാണ് നമ്മൾ ചെയ്യുന്നത്, അത് നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ. നമുക്ക് പല പ്ലാറ്റ്ഫോംസ് കറന്റ് അവൈലബിൾ ആണ്. പണ്ടത്തെ പോലെയൊന്നും അല്ല. നമുക്ക് ഇഷ്ടം പോലെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോംസ് നമുക്ക് കറന്റ് ഇപ്പൊ പ്രോഗ്രാം ചെയ്യാനായിട്ട് അവൈലബിൾ ആണ്. അതിൽ മെയിൻലി ഡേറ്റ സയൻസ് വരുമ്പോഴത്തേക്ക് മെയിൻലി ദർ ആർ 2 ലാംഗ്വേജസ്. ഏറ്റവും മെയിനായിട്ട് 2 ലാംഗ്വേജസ് ആണ് മെയിൻലി ഉള്ളത്. ഒന്ന് പൈത്തണും പിന്നൊന്ന് ആറും. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. ബിക്കോസ് വാസ്റ്റ് കമ്മ്യൂണിറ്റി, അതിനെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യാനുള്ള അതിന് കാരണം ഇഷ്ടംപോലെ ആൾക്കാരിനെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഈവൻ ആറിനും ഉണ്ട്, ബട്ട് പൈത്തന്റെ കമ്പാരിറ്റീവില് അത്രയ്ക്കില്ല. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിപ്പോ ഡേറ്റ മാനിപ്പുലേഷൻ, അതായത് നമുക്ക് ഡേറ്റ റീഡ് ചെയ്യാം. അതേപോലെ ആ ഡേറ്റ നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തുക, ആ ഡേറ്റ അനലൈസ് ചെയ്യുക. അങ്ങനത്തെ പാർട്ടൊക്കെ വരുന്നത് മെയിൻലി നമ്മൾ ഡേറ്റ മാനിപ്പുലേഷൻ മെയിൻലി ചെയ്യുന്നത് പൈത്തന്റെ അകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൻഡാസ് എന്ന് പറയുന്ന ഒരു ലൈബ്രറി അവൈലബിൾ ആണ്. ആ ലൈബ്രറി യൂസ് ചെയ്താണ് മെയിൻലി നമ്മൾ ചെയ്യാം. ഡേറ്റ ക്ലീനിങ്, ഡേറ്റ ട്രാൻസ്ഫർമേഷൻ, ഡേറ്റ മാനിപ്പുലേഷൻ. കോമൺലി പറയുകയാണെങ്കിൽ ഡേറ്റ മാനിപ്പുലേഷൻ ചെയ്യാനായിട്ട് നമ്മൾ മെയിൻലി പാൻഡാസ് ആണ് ഉപയോഗിക്കുക. പൈത്തന്റെ അകത്തുള്ള പാൻഡാസ് എന്ന് പറയുന്ന ലൈബ്രറി ആയിരിക്കും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു ലൈബ്രറി ഉണ്ട്, നംപൈ എന്ന് പറയും. നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് കമ്പ്യൂട്ടേഷൻ ചെയ്യണം, കണക്കൊക്കെ നമുക്ക് ഒരു അറേ കാൽക്കുലേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് ഫാസ്റ്റർ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ
വി ക്യാൻ ഗോ ഫോർ NumPy. NumPy എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് വിഷ്വലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു ഗ്രാഫ് ഒക്കെ പ്ലോട്ട് ചെയ്ത് യൂസറിന് അത്യാവശ്യം നല്ല ഭംഗിക്ക് കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ലൈബ്രറീസ് യൂസ് ചെയ്യാം. Matplotlib എന്ന് പറയുന്ന ലൈബ്രറി യൂസ് ചെയ്യാം. അതേപോലെ Seaborn എന്ന് പറയുന്ന ലൈബ്രറി യൂസ് ചെയ്യാം. Matplotlib യൂസ് ചെയ്യാം, അതേപോലെ Seaborn എന്ന് പറയുന്ന ലൈബ്രറിയും യൂസ് ചെയ്യും. ഇത് രണ്ടും ഈ ഗ്രാഫ് ഒക്കെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലൈബ്രറീസ് ആണ്. ഇനി നമുക്കൊരു മെഷീനെ ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് വേണ്ടേ? ഈ അൽഗോരിതംസ് ഒന്ന് ഫ്രം സ്ക്രാച്ചിന് ബിൽഡ് ചെയ്തെടുക്കാൻ നല്ല പാടുള്ള കാര്യമാണ്. ഒരിക്കലും നമുക്ക് ഫ്രം സ്ക്രാച്ചിൽ നിന്ന് പെട്ടെന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റില്ല, ടൈം എടുക്കും. നമുക്ക് ഓൾറെഡി ബിൽഡ് ആയിട്ടുള്ള കുറെ അധികം അൽഗോരിതംസ് അവൈലബിൾ ആണ്. ആ അൽഗോരിതംസ് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സ്കൈകിറ്റ് ലേൺ എന്ന് പറയുന്ന ഒരു ലൈബ്രറി അവൈലബിൾ ആണ്. ആ ലൈബ്രറി യൂസ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ഇഷ്ടം പോലെ സൂപ്പർവൈസ്ഡ് ലേണിങ്ങും അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്കിത് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ മോഡൽസിനെ ട്രെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് പാർട്ട് വരുന്നതാണ് ഡീപ്പ് ലേണിംഗ് പാർട്ട്, അതായത് നമ്മുടെ AI പാർട്ട്. നമുക്ക് ഒരു AI സാധനം നമുക്ക് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് പാക്കേജസ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ടെൻസർഫ്ലോ. ടെൻസർഫ്ലോ എന്ന് പറയുന്നത് ഒരു ഗൂഗിളിന്റെ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ലൈബ്രറിയാണ് ടെൻസർഫ്ലോ എന്ന് പറയുന്നത്. ഒരു ഡീപ്പ് ലേണിംഗ് മൊഡ്യൂളാണ്, ലൈബ്രറിയാണ് ടെൻസർഫ്ലോ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഒരു ജയന്റ് ആയിട്ടുള്ള ഒന്നാണ് പൈത്തോൺ. പൈത്തോൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫേസ്ബുക്ക് മെറ്റ എന്ന് പറയുന്ന കമ്പനി ഡെവലപ്പ് ചെയ്തെടുത്തതാണ് പൈറ്റോർച്ച് എന്ന് പറയുന്നത്. സോ രണ്ട് ജയന്റ്സിന്റെ ലൈബ്രറീസ് ആണ്. അതായത് ടെൻസർഫ്ലോ എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ആണ്, പൈറ്റോർച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ്ബുക്കിന്റെ ആണ്, അതായത് മെറ്റ. ഈ രണ്ട് കമ്പനീസിന്റെ ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനിയും ഉണ്ട്, ഇല്ലെന്നല്ല, ഇനിയും ഉണ്ട്. ബട്ട് നമ്മൾ ടോപ്പ് ഓഫ് ദി ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ലൈബ്രറീസ് ആണ് ടെൻസർഫ്ലോ ആൻഡ് പൈറ്റോർച്ച്. ഈ ടെൻസർഫ്ലോ ഒക്കെ ആക്ച്വലി ഇപ്പൊ റീസെന്റ് നമ്മുടെ ഈവൻ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ വരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അവർ ഗൂഗിൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത്രയും സിമ്പിൾ ആക്കി കഴിഞ്ഞു. അപ്പൊ നമുക്ക് പൈത്തണിലെ തന്നെ ടെൻസർഫ്ലോ ചെയ്യണം നിർബന്ധമില്ല. നമുക്കിപ്പോൾ വേണമെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പല പല ലാംഗ്വേജിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇത്രയും ലൈബ്രറിയുടെ കേസസ് പറഞ്ഞു. പാൻഡാസ്, മാറ്റ്പ്ലോട്ലിബ്, സീബോണ്, അതേപോലെ തന്നെ NumPy, ഇങ്ങനത്തെയൊക്കെ ഞാനിവിടെ ഓരോ കണ്ടന്റ്സിന്റെ പേര് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ എവിടെ നമ്മൾ ചെയ്തു നോക്കുക? അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഡേറ്റ സയൻസ്. നമ്മൾ ചെയ്യുമ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ പൈത്തൺ റൺ ചെയ്യുമ്പോൾ നമുക്കവിടെ ഒരു പ്രോഗ്രാം ഫുള്ളി റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. വിച്ച് മീൻസ് എനിക്കൊരു പൈത്തൺ ഫയൽ ഉണ്ടെന്ന് വെക്കാം. എനിക്ക് അതിനകത്ത് ഒരു കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഫുൾ കോഡിനെ ഒരുമിച്ച് റൺ ചെയ്യാൻ പറ്റും. ഒരു പർട്ടിക്കുലർ കോഡ് മാത്രമായിട്ട് റൺ ചെയ്യാൻ പറ്റില്ല. പൈത്തണിനകത്ത് അങ്ങനെ ഇഷ്യൂ ഉണ്ട്. ഒരു പർട്ടിക്കുലർ ലൈൻ മാത്രമേ റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഒരിക്കലും ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമുക്ക് മെഷീൻ ലേണിംഗിന്റെ കേസിന് പറ്റി അങ്ങനെ ചെയ്യുന്നതിന് ബെറ്റർ. ബിക്കോസ് ഇവിടെ ഒരു ഡേറ്റനെ ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇത്ര സെക്കൻഡ്സ് മാത്രം പോരാ. ചില ടൈമിൽ നമുക്ക് മിനിറ്റ്സ് എടുക്കാറുണ്ട്, ചില ടൈമിൽ ഹവേഴ്സ് എടുക്കാറുണ്ട്. അപ്പോ ഈ ഓരോ ടൈമും നമ്മൾ സേവ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും അത്രയും ടൈം എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ അങ്ങനത്തെ കേസസിൽ വരുമ്പോൾ നമ്മൾ ജൂപ്പിറ്റർ നോട്ട്ബുക്സ് യൂസ് ചെയ്യാറ്. അതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പർട്ടിക്കുലർ സെല്ലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ സെല്ലിന്റെ അകത്തുള്ള കോഡ് മാത്രം റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ടൈം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളിൽ അത്യാവശ്യം ഹൈലി സ്പെസിഫിക്കേഷൻ ആയിട്ടുള്ള സിസ്റ്റംസ് ഒന്നുമില്ല, നമുക്ക് ഡീപ്പ് ലേണിംഗ് മോഡലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിസ്റ്റം അത്യാവശ്യം ഹൈലി കോൺഫിഗർഡ് ആയിരിക്കണം. ഓക്കെ, അതായത് മിനിമം ഒരു 8 GB റാം എങ്കിലും വേണം, നിർബന്ധമാണ്. അപ്പൊ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഗൂഗിളിന്റെ തന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, കൊളാബ് എന്ന് പറയും. അത് ഈ ജൂപ്പിറ്റർ നോട്ട്ബുക്കിന്റെ ഒരു ഓൺലൈൻ വെർഷൻ ആണ് കൊളാബ് എന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പോഴത്തേക്കും ജൂപ്പിറ്റർ എല്ലാ കാര്യവും അവിടെയും ചെയ്യാൻ പറ്റും. നമ്മുടെ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ എന്തുവായാലും കുഴപ്പമില്ല, ഈവൻ മൊബൈലിൽ കയറിയാൽ പോലും പ്രശ്നമില്ല. അത് അവരെ സർവറായിരിക്കും എന്ത് ചെയ്യുക, ആ കോഡെല്ലാം റൺ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നോർമൽ കമ്പ്യൂട്ടർ ആയിരുന്നാൽ പോലും നമുക്കിത് ഈസി ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. അതാണ് കൊളാബിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന വേറൊന്നാണ് കാഗിൾ.
കാഗ് എന്ന് പറയുന്നതല്ല, ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാസീവ് കമ്മ്യൂണിറ്റി സപ്പോർട്ടഡ് വെബ്സൈറ്റ്. ഇപ്പൊ എനിക്കൊരു മെഷീൻ ഒരു കാര്യം ട്രെയിൻ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ഡേറ്റ. ഡേറ്റ ഇസ് ദ ഫ്യൂവൽ. ഡേറ്റ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ഡേറ്റ സയൻസിനകത്തുള്ള ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഡേറ്റ എന്നുള്ള കണ്ടന്റ് നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇല്ല, പക്ഷെ നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കണം എങ്കിൽ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ സെറ്റ് ഇഷ്ടം പോലെ കിട്ടും. അതായത് ഞാനിപ്പോ പബ്ലിക്കലി ഞാനൊരു ഡേറ്റ സെറ്റ് ബിൽഡ് ചെയ്യുന്നു, ആ ഡേറ്റ സെറ്റ് എനിക്ക് ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും, എനിക്ക് പബ്ലിക്കലി അവൈലബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കാഗിളിൽ ഹോസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ കാഗിളിൽ എനിക്ക് ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആർക്ക് വേണമെങ്കിലും ആ ഡേറ്റ സെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്പൊ അങ്ങനെ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് മെയിൻലി നമ്മൾ ചെയ്യുന്ന പാർട്ടാണ് കാഗിളിൽ ചെയ്യുന്നത്. കാഗിൾ നമ്മൾ മെയിൻലി ഡേറ്റ കളക്ഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ പറഞ്ഞ എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റിൽ ചോദിക്കാം, ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ എല്ലാവരും ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ ഫോണിന്റെ അകത്ത് നിങ്ങൾ എല്ലാവരും അറ്റ്ലീസ്റ്റ് വൺ ടൈമെങ്കിലും യൂസ് ചെയ്ത ഒരു സാധനമായിരിക്കും നമ്മുടെ ഗൂഗിൾ അസിസ്റ്റന്റ്, അല്ലെങ്കിൽ ആപ്പിളിന്റെ സിറി, അല്ലെങ്കിൽ ആമസോണിന്റെ അലക്സ. ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഇഷ്ടങ്ങളനുസരിച്ച് അവിടെ മെയിൻലി വർക്ക് ആവുക എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? അവിടെ അത് എന്തോരം ഡേറ്റ അവർ എടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? അല്ലെങ്കിൽ അതെങ്ങനെയാണ് അവിടെ ഒരു വർക്ക് ആവുന്നത്? ഇപ്പൊ ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇവിടെ ഇരുന്ന് ഞാൻ പറയുവാണ്, എനിക്കൊരു മൊബൈൽ ഫോൺ വാങ്ങണം എന്ന് ഞാൻ പറയുവാണ്. ഓക്കെ, പക്ഷെ എനിക്ക് ഒരു മേ ബി ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ആമസോണോ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മൊബൈൽ ഫോണിന്റെ സജഷൻ വരും. അതൊരു കോമൺ തിങ് ആണ്. അതെങ്ങനെയായിരിക്കും വരാം? എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അറിയാവുന്നവരാണ് ജസ്റ്റ് നമ്മുടെ ചാറ്റിൽ പറയാം. യെസ്, കറക്റ്റ്. അവിടെ ആക്ച്വലി എന്താ ചോദിച്ചാൽ നമ്മുടെ ഇപ്പം ഈവൻ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം, ഫോർ എക്സാമ്പിൾ ആമസോണിന്റെ അലക്സ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരെയും നമ്മുടെ വീട്ടിൽ ഒരു ബോക്സ് വാങ്ങിച്ചിരിക്കുന്നത്, അലക്സയുടെ ഒരു ബോക്സ് വാങ്ങിച്ചു വെക്കാറുണ്ട്. ആ അലക്സ എന്ന് പറയുന്നത് 24/7 നമ്മുടെ ഓഡിയോ റെക്കോർഡ് ചെയ്യും. ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന വെച്ചപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ എല്ലാ ഓഡിയോ റെക്കോർഡ് ചെയ്യത്തില്ല അവര്. അതിലെ സ്പെസിഫിക് കീവേഡ്സ് മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കൊരു മൊബൈൽ ഫോൺ വാങ്ങണം എന്ന് പറയുമ്പോൾ അവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ആണ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ മൊബൈലിൽ നിന്ന് ആ വോയിസ് റെക്കോർഡിംഗ് വഴി ആ ഒരു കണ്ടന്റ് സേവ് ചെയ്ത് വെക്കും. ഞാൻ മൊബൈൽ ഫോൺ വേണം എന്ന് പറഞ്ഞായിരുന്നു എന്നുള്ള ആ ഒരു കീവേഡിനെ നമ്മുടെ ഏത് വോയിസ് അസിസ്റ്റന്റ് ആണോ, ആപ്പിളിന്റെ സിറി ആവാം, അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റ് ആവാം, ആമസോണിന്റെ അലക്സ ആവാം, ഏതാണോ അതെന്ത് ചെയ്യും, സേവ് ചെയ്ത് വെക്കും. ദെൻ ആ ഡേറ്റിനെ വെച്ച് എന്ത് ചെയ്യും, പ്രോസസ് ചെയ്യും. അവിടെ പ്രോസസ് ചെയ്യുമ്പോൾ പല ഫാക്ടേഴ്സ് ആലോചിക്കണം. ആ യൂസറിന്റെ ഇൻകം, യൂസർ നോർമലി ഉള്ള ഓൺലൈൻ പർച്ചേസസ് എന്തൊക്കെയാണ്, ഇതിനു മുന്നേ ഈ പ്ലാറ്റ്ഫോംസിലേക്ക് എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള എല്ലാ കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യണം, ആ യൂസറിന്റെ ബിഹേവിയർ പാറ്റേൺ എല്ലാം മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് വേണം അവിടെ എന്ത് ചെയ്യേണ്ടത്, ഒരു പുതിയ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഇതെല്ലാം നമ്മുടെ ഡീപ്പ് ലേണിംഗിന്റെ ഡാറ്റ സയൻസിന്റെ എക്സാമ്പിൾസ് ആണ്. ഇതെല്ലാം വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റ സയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു ഹ്യൂമന്റെ ഇന്റർവെൻഷനോടെ ഒരു ഹ്യൂമൻ റൂൾ ബേസ്ഡ് സിസ്റ്റം പോലെ ബിൽഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഫാസ്റ്റർ ആയിട്ട് നമുക്ക് ഒരിക്കലും ഡേറ്റ സജഷൻ കൊടുക്കാൻ പറ്റില്ല. മേ ബി ഞാനിപ്പോ ഇന്ന് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേ ബി എനിക്ക് ചിലപ്പോൾ നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് റെക്കമെൻഡേഷൻ വരാൻ തുടങ്ങത്തുള്ളൂ. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. നമ്മൾ നോക്കി ചിലപ്പോൾ വിത്തിൻ 5 മിനിറ്റ്സിനകത്ത് എനിക്ക് റെക്കമെൻഡേഷൻ വരാറുണ്ട്. സോ അതെല്ലാം വിത്ത് ഹെൽപ്പ് ഓഫ് ഡാറ്റ സയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അവിടെ റെക്കമെൻഡേഷൻ പ്രോപ്പർലി വർക്ക് ആവണം. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും നെറ്റ്ഫ്ലിക്സ് സീരീസ് ആണ്, നെറ്റ്ഫ്ലിക്സ് ഹോട്ട്സ്റ്റാറിലൊക്കെ നിങ്ങൾ മൂവി കാണാറുള്ളതാണ്. ഈവൻ ഹോട്ട്സ്റ്റാർ ഇവിടെ നെറ്റ്ഫ്ലിക്സിൽ എല്ലാവരും കാണാറുള്ളതാണ്. ഇവർക്ക് എല്ലാവർക്കും നമ്മുടെ മെഷീൻ ലേണിംഗിന്റെ അകത്ത് തന്നെ അവർ ഒരു റെക്കമെൻഡേഷൻ സിസ്റ്റം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു സീരീസോ
അല്ലെങ്കിൽ ഒരു മൂവിയോ കാണുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് സജഷൻസ് തരുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോഡ്സില എന്ന് പറയുന്ന ഒരു മൂവി കണ്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മേ ബി നെക്സ്റ്റ് ഒരു മൂവി, അല്ലെങ്കിൽ ഇപ്പോ അവഞ്ചേഴ്സിന്റെ ക്യാപ്റ്റൻ അമേരിക്ക ഏതെങ്കിലും സീരീസ് കണ്ടതെന്ന് വെച്ചാൽ അതിന്റെ തന്നെ അവഞ്ചേഴ്സിന്റെ തന്നെ മാർവലിന്റെ തന്നെ വേറെ സീരീസ് സജസ്റ്റ് ചെയ്യുക. അപ്പൊ ഇതെല്ലാം വർക്ക് ആവുന്നത് നമ്മുടെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡേറ്റ സയൻസിനുള്ള ഹെൽപ്പ് തന്നെയാണ്. അവിടെ റെക്കമെൻഡേഷൻ സിസ്റ്റം എല്ലാം ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് ഡേറ്റ ആവശ്യമുണ്ട്, ആരെങ്കിലും ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ട്, അതിന് വെച്ചാണ് പ്രൊഡിക്ഷൻ ചെയ്യിപ്പിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ഡേറ്റ സയൻസിന്റെ ബെനിഫിറ്റ്സ് ആണ്, നമ്മൾ ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്കൊരു, ഞാൻ നേരത്തെ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമേ പറഞ്ഞായിരുന്നു എന്താണ് സംഭവം എന്നുള്ളത്, എന്നാൽ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു പ്രൊജക്ട് കിട്ടുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ സയൻസ് ഒരു നിങ്ങൾ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോവാണ്. വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് വരുവാണ്, ഡേറ്റ സയൻസിന് വെച്ച ഒരു പ്രൊജക്ട് വരുവാണെന്ന് വെക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ നമുക്കിത് എങ്ങനെ നമുക്കിത് അതിന്റെ ആ ഇംപ്ലിമെന്റേഷൻ പാർട്ട് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളത് ഒരു ലോങ് പ്രോസസ്സാണ് ആക്ച്വലി. ഒരു മേ ബി ഒരു 1 ഡേ അല്ലെങ്കിൽ 2 ഡേ കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രോസസ്സ് അല്ല, ഇതൊരു ലോങ് പ്രോസസ്സാണ്. ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ ആ ഒരു ബിസിനസ് പ്രോബ്ലം. ഇപ്പൊ എനിക്ക് ഒരു ബിസിനസ്സിൽ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്കാണല്ലോ നമ്മൾ ഇപ്പോഴും ഒരു സോഫ്റ്റ്വെയർസോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉപയോഗിക്കുക. ഇപ്പൊ നമ്മൾ പണ്ടത്തെ കാലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ കാലത്ത് ഓഫ്ലൈൻ ബിസിനസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഓഫ്ലൈൻ ബിസിനസ് മാറി സ്മാർട്ട് ഫോൺസ് ഇൻട്രൊഡക്ഷനോടെ കുറച്ചും കൂടെ ആൾക്കാർ മൊബൈൽ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് ഓൺലൈൻ ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവിടെ ഒരു പ്രോബ്ലം ആയിരുന്നു, ആൾക്കാര് കുറച്ചുകൂടെ ഈസിയർ ആക്കണം എന്നുള്ളത്. അതൊരു പ്രോബ്ലം ആയിരുന്നു. ആ പ്രോബ്ലം സോൾവ് ചെയ്താണ് എന്ത് ഓൺലൈൻ ബിസിനസ് കൊണ്ടുവന്നത്. അവിടെ നിന്ന് ഇനിയും സോൾവ് ചെയ്താണ് ഇപ്പൊ നമ്മുടെ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ നോക്കുകയാണെങ്കിൽ 10 മിനിറ്റ് ഡെലിവറി നടക്കുന്ന ഓപ്ഷൻ ഉണ്ട്. സെപ്റ്റോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോംസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് ഡെലിവറീസ് എന്ന ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യുന്നതാണ്. അപ്പൊ ആ പ്രശ്നം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ പിറകിൽ ഇതേപോലെ ഡേറ്റ നമ്മൾ അനലൈസ് ചെയ്ത് പ്രോപ്പർലി വിഷ്വലൈസ് ചെയ്ത് കാണിക്കണം, എങ്കിലേ നമുക്കതിന് പ്രോപ്പർലി ഒരു സൊല്യൂഷൻ കണ്ടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ അതേപോലെയാണ് ഇപ്പൊ നമുക്കൊരു ഒരു ഡേറ്റ സയൻസ് പ്രൊജക്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, ഒരു ബിസിനസ് പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും? നമ്മൾ കയ്യിലുള്ള ഡേറ്റ വെച്ച് നമുക്ക് ആ ഇഷ്യൂവിന് എങ്ങനെ നമ്മുടെ ക്ലയന്റിനെ അഡ്രസ് ചെയ്ത് കാണിക്കാം എന്നുള്ളതാണ് ഫസ്റ്റ് എപ്പോഴും നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ്. അതായത് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തെടുക്കും, അതിന് പ്രോപ്പർലി അതിനെ എന്ത് ചെയ്യും, ഡിഫൈൻ ചെയ്തെടുക്കും. ഇതാണ് ഫസ്റ്റ് ഒരു സ്റ്റെപ്പായിട്ട് വരുന്നത്. സെക്കൻഡ് സ്റ്റെപ്പാണ് ഡേറ്റ അക്വിസിഷൻ എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോ എനിക്ക് എന്താണ് ഇഷ്യൂ എന്ന് മനസ്സിലായി, പക്ഷെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അഫ്കോഴ്സ് ഡേറ്റ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആ കമ്പനിയുടെ കയ്യിൽ നിന്ന് ഡേറ്റാസ് കളക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. സോ ഡേറ്റ കളക്ട് ചെയ്യുമ്പോഴത്തേക്കും പല സോഴ്സസിന് കളക്ട് ചെയ്യേണ്ടി വരും. ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഒരു എക്സൽ ഫോർമാറ്റിലോ അല്ലെങ്കിൽ ഒരു CSV ഫോർമാറ്റ്, അതായത് കോമ സെപ്പറേറ്റ് വാല്യൂസ്, അതൊരു എക്സൽ തന്നെ വേറൊരു ഫോർമാറ്റ് ആണ്. നമുക്ക് കുറച്ചുകൂടി ഈ പ്രോഗ്രാമാറ്റിക്കലി യൂസ് ചെയ്യാൻ എളുപ്പമുള്ള ടൈപ്പാണത്. അതേപോലെ ടെക്സ്റ്റ് ഫയൽ ആവാം, ജെയ്സൺ ഫോർമാറ്റ്സ് ആവാം. അങ്ങനെ നമ്മൾ പല സോഴ്സസിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്ത് വെക്കും. ആ ഒരു ഫേസ് ആണ് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്ന ഡേറ്റ അക്വിസിഷൻ. ഈ ഒരു ഫേസ് ഞാൻ നേരത്തെ കാഗിൾ എന്നൊക്കെ പറഞ്ഞത് ഈ ഒരു ഫേസിൽ പെടുന്നതാണ്. കാഗിള് മെയിൻലി ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സോ അപ്പൊ അവിടെ നമുക്ക് മെയിൻലി ഉപയോഗിക്കുന്ന ലൈക്ക് ഈ ഒരു ഫേസിനകത്താണ് മെയിൻലി അത് വരുന്നത്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും ഡേറ്റ കളക്ട് ചെയ്യുന്നതിൽ നിന്ന് കുറെ ഇഷ്യൂസ് വരാം, നൾ വാല്യൂസ് വരാം, ഇംപ്രോപ്പർ ഡേറ്റ വരാം, അങ്ങനെ കുറെ ഇഷ്യൂസ് വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡേറ്റേനെ പ്രോപ്പർലി അനലൈസ് ചെയ്ത് നമുക്ക് വേണ്ട ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്യുക. ഓക്കെ, നമുക്ക് വേണ്ട ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്യുക. അതായത് നമുക്ക് ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡേറ്റിന്റെ സ്ഥലത്ത് ഞാൻ ചിലപ്പോൾ കൊടുത്ത് ഒരു പേരാകാം. അഫ്കോഴ്സ് എന്തായാലും ഡേറ്റ കളക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഹ്യൂമൻ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്, വരാം, അത് നോർമൽ തിങ് തന്നെയാണ്. സോ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻലി എന്ത് ചെയ്യുക, നമുക്ക് അവിടെ ഡേറ്റേനെ പ്രോപ്പർലി ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ മോഡലിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. ആ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് മെയിൻലി എന്താ ഡേറ്റ ക്ലീനിങ് പ്രിപ്പറേഷൻ സ്റ്റേജ് ചെയ്യും.
നമ്മൾ ഇത്രയും ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ അതിനകത്തായിരിക്കും പാൻഡാസ് വെച്ചായിരിക്കും മെയിൻലി നമ്മുടെ ഡേറ്റ അക്വിസിഷൻ കളക്ട് ചെയ്യുന്നത് വേറെ പാർട്ടാണ്. അതിന്റെ നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഡേറ്റ ക്ലീനിങ്ങും പ്രിപ്പറേഷനും മെയിൻലി നമ്മൾ പാൻഡാസ് എന്ന ലൈബ്രറീസ് ആണ് മെയിൻലി ചെയ്യുന്നത്. പിന്നെ വരുന്ന ഒരു അടുത്ത പറയുന്നത് EDA എന്ന് പറയും. EDA ഇത് നമ്മുടെ എല്ലാ കമ്പനീസിലും നമുക്ക് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു ഇമ്പോർട്ടന്റ് ടേം ആണ്. EDA എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ്. പക്ഷെ നമ്മുടെ കയ്യിൽ ഡേറ്റ ഉണ്ടല്ലോ, ആ ഡേറ്റ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കുവാണ്. ആ ഡേറ്റ എങ്ങനെയൊക്കെ ട്രെൻഡ് വന്നിട്ടുണ്ട്. സോ ഇപ്പോ സ്മാർട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ ഓവർ ദ ഇയേഴ്സ് എത്ര സ്മാർട്ട് ഫോൺ എത്ര കമ്പനിയുടെ വിറ്റ് പോയിട്ടുണ്ട്, അങ്ങനത്തെ ട്രെൻഡ് അനലൈസ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ വി വിൽ ഡു ഇൻ EDA ക്കകത്തായിരിക്കും മെയിൻ ഇതെല്ലാം ചെയ്യുക. നമ്മൾ ആ ഡേറ്റ എന്ത് ചെയ്യും, ഇൻസൈസ് ഓരോ പാറ്റേൺ ആയി ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തെടുക്കും. അതായിരിക്കും നമ്മൾ EDA ചെയ്യുക. ഇവിടെ നമ്മൾ പാൻഡാസും മാറ്റ്പ്ലോട്ലിബ് എന്ന ലൈബ്രറി യൂസ് ചെയ്താണ് മെയിൻലി എപ്പോഴും ചെയ്യുക. കീബോർഡും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഈ ഒരു 3 ലൈബ്രറി യൂസ് ചെയ്തായിരിക്കും മെയിൻലി നമ്മൾ EDA ചെയ്യുക, എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ്. ഇനി നമ്മുടെ ഡേറ്റ ഫുള്ള് റെഡിയായി കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മുടെ മെഷീനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം മതി, ഡേറ്റ കൊടുത്താൽ മാത്രം മതി. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിനായിട്ട് മെയിൻലി ഉപയോഗിക്കുന്നത് മോഡൽ ബിൽഡിംഗ് പാർട്ട്. അവിടെ എന്ത് ചെയ്യും, എനിക്ക് വേണ്ട അൽഗോരിതം ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യും. ഇപ്പം കുറെ അൽഗോരിതംസ് ഉണ്ട്. സൂപ്പർവൈസ്ഡ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡിസിഷൻ അൽഗോരിതം ഉണ്ട്, റാൻഡം ഫോറസ്റ്റ് ഉണ്ട്, SVM ഉണ്ട്, മൾട്ടിനോബിയൽ നെയ്ബേഴ്സ് ഉണ്ട്, നോർമൽ നെയ്ബേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ അങ്ങനെ കുറേ അധികം അൽഗോരിതംസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ മേ ബി ഒരു മിനിമം ഒരു 15+ അൽഗോരിതംസ് കറന്റ് അവൈലബിൾ ആണ്. മിനിമം ഒരു 15+ അൽഗോരിതംസ് അവൈലബിൾ ആണ്. ഓക്കെ, സോ ഈ അൽഗോരിതത്തിൽ നമുക്ക് ഏതാണോ വേണ്ടത് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അത് ഡിപ്പെൻസ് ഓൺ ഡേറ്റനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും മെയിൻലി വരാം. നമ്മളെല്ലാം ട്രൈ ചെയ്ത് നോക്കും, ഏറ്റവും ബെസ്റ്റ് എന്ന് കണ്ടുപിടിച്ചിട്ട് അത് വെച്ചായിരിക്കും എടുക്കുക. അപ്പൊ ആ പാർട്ടാണ് മെയിൻലി വരുന്നത് മോഡൽ ബിൽഡിംഗ്. മോഡൽ ബിൽഡിംഗ് വന്നിട്ട് അടുത്തൊരു പാർട്ട് വരുന്നത് മോഡൽ ഇവാലുവേഷൻ. ഞാനൊരു മോഡൽ ബിൽഡ് ചെയ്തു, ആ മോഡല് പ്രോപ്പർലി ആക്യുറസി തരുന്നുണ്ടോ, ഞാൻ കൊടുത്ത ഡേറ്റ പ്രോപ്പർലി പ്രഡിക്ഷൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സെക്ഷൻ ആയിരിക്കും മോഡൽ ഇവാലുവേഷൻ. ഈ മോഡൽ ഇവാലുവേഷൻ നമ്മളൊരു ആക്യുറസി കുറവാണ്, ഡേറ്റ തെറ്റിച്ചാണ് തരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും വേറെ അൽഗോരിതം വെച്ച് ട്രെയിൻ ചെയ്യിപ്പിക്കും, എന്നിട്ട് വീണ്ടും മോഡൽ ഇവാലുവേഷൻ ചെയ്യും. ആ ഒരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കും അൺടിൽ ഏതുവരെ നമ്മുടെ മോഡൽ ഒരു ബെറ്റർ ആക്യുറസി ആൻഡ് നല്ല പെർഫോമൻസ് തരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡേറ്റ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയും ചെയ്തിട്ടും നമുക്ക് പ്രോപ്പർലി ആക്യുറസി കിട്ടുന്നില്ല. നമ്മളെല്ലാം ഓക്കെ, നമ്മളിപ്പോ എല്ലാ വഴിയും ഞാൻ നോക്കി, ഞാൻ 10-15 അൽഗോരിതം യൂസ് ചെയ്തു, എന്നിട്ടും എനിക്ക് ഒരു ആക്യുറസിയും ഇല്ല, ഒരു പെർഫോമൻസും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ മെയിൻ ഇഷ്യൂ ഡേറ്റ ആയിരിക്കും. ഡേറ്റ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും നമ്മുടെ മോഡലിന് പ്രോപ്പർ ആയിട്ട് ആക്യുറസി തരാനായിട്ട് സാധിക്കില്ല. സോ നോർമൽ കേസിൽ നമുക്ക് എപ്പോഴും ഡേറ്റ നമുക്ക് കിട്ടാറുണ്ട്, പബ്ലിക്കലി ഇഷ്ടംപോലെ ഡേറ്റ അവൈലബിൾ ആണ്. അത് വെച്ച് നമ്മൾ മോഡൽ ബിൽഡ് ചെയ്യുമ്പോൾ ഒരു മേ ബി 3 to 4 അൽഗോരിതം യൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്നും ബെസ്റ്റ് കിട്ടാറുണ്ട്. അഥവാ കിട്ടിയില്ലെങ്കിൽ അവിടുത്തെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റയിലായിരിക്കും. ആ ഡേറ്റ അപ്പോൾ വീണ്ടും നമ്മൾ കളക്ട് ചെയ്യും, വീണ്ടും കളക്ട് ചെയ്തിട്ട് ഈ സെയിം പ്രോസസ് എല്ലാം ഫ്രം സ്റ്റെപ്പ് 2 തൊട്ട് എല്ലാം നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, സോ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ ഇവാലുവേറ്റ് ചെയ്തു, അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു മോഡലിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു മോഡലിൽ ഡിപ്ലോയ് ചെയ്യും. യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മളവിടെ ഡിപ്ലോയ് ചെയ്യും. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് എന്താ, നമുക്ക് ആ ഒരു അവിടെ എന്തെങ്കിലും പ്രശ്നം പബ്ലിക്കലി വരുമ്പോഴത്തേക്ക് പ്രൊഡക്ഷനിലോട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ അനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഫിക്സ് ചെയ്യിപ്പിക്കാൻ നോക്കും. സോ ഇത്രയും ഈ 7 സ്റ്റെപ്സ് ആണ് മെയിൻലി നമുക്ക് ഒരു ഡേറ്റ സയൻസിന്റെ ലൈഫ് സൈക്കിൾ വരുന്നത്. ഒരു യൂസ് കേസ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ChatGPT എടുക്കാം. ChatGPT പറയുന്ന ഏറ്റവും എല്ലാവർക്കും അറിയാവുന്ന ഒരു AI മോഡൽ ആയതുകൊണ്ടാണ് ChatGPT എടുക്കുന്നത്. ChatGPT മാത്രമല്ല, ഇഷ്ടം പോലെ ഗൂഗിളിന്റെ ഉണ്ട്, ജെമിനി ഉണ്ട്, അതേപോലെ ആൻഡ്രോബിയുടെ ക്ലൗഡ് ഉണ്ട്, അതേപോലെ തന്നെ ഓപ്പൺ എയർ ഉണ്ട്, ChatGPT, ഇങ്ങനെ പല പല AI മോഡൽസ് അവൈലബിൾ ആണ്. അതിൽ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ChatGPT എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മെയിൻലി അവർ ആദ്യമേ ഐഡന്റിഫൈ ചെയ്ത്, ഈവൻ കൊറോണയ്ക്ക് മുന്നേ തന്നെ അവർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. മെയിൻ പ്രോബ്ലം നമ്മുടെ AI ഇംപ്ലിമെന്റേഷൻ അങ്ങനെ ഒരുപാട് വന്നിട്ടില്ല. നമുക്ക്
ഹ്യൂമൻസിനെ കുറച്ചുകൂടെ നമുക്ക് ഫാസ്റ്റർ ആയിട്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ഒരു വഴി വന്നിട്ടില്ല. അപ്പൊ അവർ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. അതാണ് ഡീപ് ലേണിംഗിൽ AI മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അവരെന്ത് ചെയ്തു? ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പല പല സോഴ്സസ് നിന്ന് ഡേറ്റ കളക്ട് ചെയ്തു. അത് ഈവൻ തേർഡ് പാർട്ടിയിൽ നിന്നാവാം, അല്ലെങ്കിൽ അവരെ കമ്പനി ഡേറ്റ തന്നെ ആവാം, അല്ലെങ്കിൽ പബ്ലിക്കലി അവരുടെ എല്ലാ ഡേറ്റ സോഴ്സ് എന്ത് ചെയ്തു? അവർ ട്രെയിൻ ചെയ്തെടുത്തു, അല്ലെങ്കിൽ ആ ഡേറ്റ എല്ലാം കളക്ട് ചെയ്തെടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അവർ വിഷ്വലൈസ് ചെയ്യുന്നു. അതിനുശേഷം അവർ മോഡൽ ബിൽഡ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഈ മോഡൽ ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നല്ല ടൈം ടേക്കിംഗ് ആണ്. നമുക്ക് പെട്ടെന്ന് തീരില്ല, അത്യാവശ്യം ടൈം എടുക്കും. ഇവൻ നമ്മുടെ ChatGPT തന്നെ നമുക്ക് ഏറൗണ്ട് ഒരു പ്രോപ്പർ പബ്ലിക്കിന് അവൈലബിൾ ആക്കാൻ പറ്റുന്ന രീതിക്ക് എത്താനായിട്ട് കുറച്ച് വർഷങ്ങൾ വരെ എടുത്തു. അപ്പൊ അത്രയും നമുക്ക് പ്രോപ്പർലി ഡേറ്റ ട്രെയിൻ ചെയ്ത് കിട്ടണം. അത് അത്യാവശ്യം നല്ല സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് തന്നെ വേണം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ChatGPT പോലത്തെ വലിയ വലിയ സിസ്റ്റംസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിയ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് തന്നെ വേണം. എങ്കിൽ മാത്രമേ പ്രോപ്പർലി നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ ഒരു പ്രോസസ് എല്ലാം കഴിഞ്ഞാണ് അവർ എന്ത് ചെയ്യുന്നത്? ലാസ്റ്റ് ഡിപ്ലോയ്മെന്റ് ചെയ്തേക്കുന്നത്. അവർ ഇത്രയും ചെയ്തു, മോഡൽ അത്യാവശ്യം നല്ല ആക്യുറസി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആണ് അവരെന്ത് ചെയ്യുന്നത്? അതിനെ ഡിപ്ലോയ് ചെയ്യുന്നത്. അവർ എന്നിട്ട് ഇപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ നിങ്ങൾ കണ്ടിന്യൂസ്ലി ChatGPT ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരാറുണ്ട്, ChatGPT അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ആദ്യം വന്നത് 2021 വരെയാണ് വന്നത്, പിന്നെ 2022 ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് ഡേറ്റ വരെ ChatGPT ട്രെയിൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്യും? അതിനെ ഡിപ്ലോയ്മെന്റ് ചെയ്തതിനു ശേഷം അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂ വരുന്നുണ്ടോ എങ്കിൽ അതിന് ഇമ്പ്രൂവ്മെന്റ് ചെയ്യും. അങ്ങനെ ഈ ചെയ്ത് ഇനി പോകത്തുള്ളൂ. ഇനി അത് ഫ്രം സ്ക്രാച്ചിൽ ബിൽഡ് ചെയ്യാൻ പോയില്ല അവരൊരിക്കലും. ഓൾറെഡി ഡിപ്ലോയ് ചെയ്തതിനെ വീണ്ടും ഇമ്പ്രൂവ് ചെയ്ത് പൊക്കോണ്ടിരിക്കത്തേ ഉള്ളൂ. ഓക്കെ, ഇതാണ് മെയിൻലി നമ്മുടെ ഒരു പാർട്ടായിട്ട് വരുന്നത്. ഇനി നമുക്കിതൊരു പൈത്തണിന്റെ അകത്തൊരു പ്രോഗ്രാം ചെയ്ത് നമുക്കൊരു ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് ഒരു സെന്റൻസ് അനാലിസിസ് ചെയ്ത് നോക്കാം. അതായത് ഞാനൊരു സെന്റൻസ് കൊടുക്കുകയാണ്. ആ സെന്റൻസ് ഒരു പോസിറ്റീവ് വാല്യൂ ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുന്ന ഒരു സിമ്പിൾ ഒരു പ്രൊജക്ട് ആണ് നമ്മൾ മെയിൻലി ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ബ്രൗസറിൽ എടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഗൂഗിൾ കൊളാബ് സെർച്ച് ചെയ്യുവാണ്. ഗൂഗിൾ കൊളാബ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങളുടെ ലോക്കൽ ജൂപ്പിറ്റർ എന്ന നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഗൂഗിൾ കൊളാബിൽ ചെയ്യുവാണ് ഫോർ ഈസി. നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ഗൂഗിൾ കൊളാബ് ബെറ്റർ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യണം? ഒരു പുതിയ നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഞാനിവിടെ ഒരു പുതിയ നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്തു. ഇനി നേരത്തെ ഞാൻ സംഭവം പറഞ്ഞു. ജൂപ്പിറ്റർ നോട്ട്ബുക്ക് പറയുമ്പോഴത്തേക്ക് ഓരോ സെൽ ബൈ സെൽ റൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയണമെങ്കിൽ എനിക്കിവിടെ ഒരു പൈത്തണിന്റെ കോഡുണ്ട്. പ്രിന്റ് ഞാൻ ജസ്റ്റ് കൊടുക്കുകയാണ്, ഹലോ എന്ന് കൊടുക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇതേപോലെ താഴെ ഞാൻ കൊടുത്തേക്കാണ് പ്രിന്റ് ഹായ് ഗായ്സ് എന്ന് ഞാൻ കൊടുത്തു വെക്കുന്നുവെങ്കിൽ എനിക്ക് നോർമലി പൈത്തൺ ഫയൽ റൺ ചെയ്യണമെങ്കിൽ ഇത് രണ്ടും റൺ ചെയ്താൽ പറ്റത്തുള്ളൂ. എനിക്കിപ്പോ ഹലോയും ഹായ് ഗൈസും പ്രിന്റ് ചെയ്യണ്ട, ഹലോ മാത്രം പ്രിന്റ് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് ഒരേ ഒരു വഴിയുള്ളൂ പൈത്തൺ ഫയലിൽ ചെയ്യുമ്പോഴത്തേക്ക് ആ ഹായ് ഗൈസിനെ കമന്റ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക? നമുക്ക് ഏത് സെല്ലാണ് റൺ ചെയ്യാനുള്ളത് അതിനെ മാത്രം റൺ ചെയ്താൽ മതി. അപ്പൊ ആ ഒരു സെല്ല് മാത്രമേ വർക്ക് ആവത്തുള്ളൂ. താഴ്ന്ന സെല്ല് വർക്ക് ആവില്ല. അൺടിൽ നമ്മൾ കോൾ ചെയ്യുന്നത് വരെ അത് വർക്ക് ആവില്ല. കോൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വർക്ക് ആവൂ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇത് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നാലേ അത് വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, ഇതാണ് ജൂപ്പിറ്റർ നോട്ട്ബുക്കിന് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ടൈം കൺസ്യൂം ചെയ്യാൻ ടൈം കൺസപ്ഷൻ വളരെ കുറച്ചായിരുന്നു. കാരണം മെഷീൻ ലേണിംഗ് വരുമ്പോഴത്തേക്ക് ഒരു ഫംഗ്ഷൻ റൺ ചെയ്തിരുന്നത് ചിലപ്പോൾ മേ ബി ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ചിലപ്പോൾ മേ ബി ഡിപ്പെൻസ് ഓൺ ദ കമ്പ്യൂട്ടർ ഡിപ്പെൻഡ് ചെയ്ത് ടൈം കൺസ്യൂം ചെയ്യാം. അപ്പൊ നമുക്ക് അങ്ങനത്തെ കേസ് വരുമ്പോഴത്തേക്കും ഓരോ ടൈമിങ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പകരം സെൽ ബൈസ് റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിയർ ആയിട്ട് നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമ്മളൊരു മെയിൻ സെന്റൻസ് അനാലിസിസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അതിനായിട്ട് എനിക്ക് വേണ്ട പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഡേറ്റ ക്ലീനിങ്ങിനായിട്ടും ഡേറ്റ മാനിപ്പുലേഷനായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലൈബ്രറിയാണ് പാൻഡാസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഞാനിവിടെ എന്ത് ചെയ്യാണ്?
പിപ്പ് ഇൻസ്റ്റോൾ പാൻഡാസ് എന്ന് പറയുന്ന ലൈബ്രറി ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യാണ്, അതാണ് NLTK. നിങ്ങൾ കൊളാബിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ പാൻഡാസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ബൈ ഡിഫോൾട്ടിന് അത് പാൻഡാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ NLTK എന്ന് പറയുന്ന മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ. NLTK എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു നാച്ചുറൽ ലാംഗ്വേജ് ടൂൾ കിറ്റ് ആണ്. അതായത് നമ്മുടെ ഹ്യൂമൻസിന്റെ ഭാഷയുണ്ടല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ നിങ്ങൾ സംസാരിക്കുന്നു. ഓക്കെ. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷിൽ ഐ എം ജസ്റ്റ് ടോക്കിംഗ് സം വേർഡ്സ്. ഓക്കെ. ആ വേർഡ്സ് നമ്മുടെ കമ്പ്യൂട്ടറിന് ഒരിക്കലും മനസ്സിലാകില്ല. ഞാൻ ഈ പറയുന്ന നാച്ചുറൽ, നമ്മുടെ നാച്ചുറൽ പറയുന്ന ലാംഗ്വേജ് നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ആപ്പടെ എന്താ, സീറോസും വൺസും മാത്രമേ നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവത്തുള്ളൂ. അപ്പോ നമ്മുടെ ഈ ഒരു പ്രോപ്പർ വേയിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിൽ പറ്റത്തുള്ളൂ. ഇവൻ നിങ്ങളുടെ ചാറ്റ് ജി പി ടി വന്നിട്ട് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം വർക്ക് ആവുന്ന പോലെ, ലൈക്ക് ഒരു എന്താ, ഒരു റോബോട്ടിക് എന്ന രീതിക്ക് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, പാടായിരിക്കും. ഓക്കെ. പക്ഷെ ഇപ്പോഴത്തെ നമ്മൾ ചാറ്റ് ജി പി ടി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ സംസാരിക്കാൻ പറയുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അത് സംസാരിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ചാറ്റ് ജി പി ടിയുടെ വോയിസ് വന്നിട്ടുണ്ട്. ആ വോയിസ് വരുമ്പോഴത്തേക്ക് ഒരു ഒരു മലയാളിയായിട്ട് സംസാരിക്കാൻ പറഞ്ഞാൽ അത് മലയാളത്തിൽ സംസാരിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം, ഒരു ആപ്പിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കവിടെ ഹ്യൂമന്റെ നമ്മുടെ കറണ്ട് ലാംഗ്വേജ് എന്താണോ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആ രീതിക്ക് കൺവേ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് NLP എന്ന് പറയുന്നത്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്. അപ്പൊ ആ പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൊഡ്യൂളാണ് NLTK എന്ന് പറയുന്നത്. ഈ രണ്ട് മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് SK Learn എന്ന് പറയുന്ന Scikit Learn, ഈ ഒരു മൊഡ്യൂളോട് ഇൻസ്റ്റാൾ ചെയ്യുക. എഗെയിൻ ഞാൻ പറയുവാണ്, നമ്മുടെ കൊളാബിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ പാൻഡാസും Scikit Learn ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ബൈ ഡിഫോൾട്ട് അവർ തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ജസ്റ്റ് ഞാൻ ഇത് രണ്ടും ഒന്ന് റൺ ചെയ്യാണ്. ഓക്കെ. ഇത് റൺ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് വേണ്ട മൊഡ്യൂൾസ് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുവാണ്. ഞാനിവിടെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഞാനിവിടെ ഇവിടെ NLTK എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന്, ഫ്രം NLTK എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, കോർപ്പസ് എന്ന് പറയുന്ന ഒരു പാക്കേജ് മൊഡ്യൂൾ ഉണ്ട്. അതിന്റെ അകത്ത് നിന്ന് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, മൂവി റിവ്യൂ എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ജസ്റ്റ് ഞാൻ കോൾ ചെയ്യുവാണ്. അതിനുശേഷം നമുക്ക് ഇതിന്റെ അകത്ത് ഈ ഒരു കണ്ടന്റിനകത്ത് നമുക്ക് ഇതിന്റെ ഡേറ്റ സെറ്റ് ഡൗൺലോഡ് ചെയ്യണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഇതിന്റെ അകത്ത് ഒരു ഫങ്ഷനാലിറ്റി, നമുക്കൊരു ഡേറ്റ മോഡൽ ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡേറ്റ വേണം. അപ്പൊ നമുക്കിത് കാഗിളിൽ പോയിട്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചെടുത്ത് നമുക്ക് കൊണ്ടുവരാൻ ടൈം ഇല്ല. നമുക്ക് അതിന് പകരം എന്ത് ചെയ്യാം, ഓൾറെഡി നമുക്ക് പഠിക്കാനായിട്ട് ഫോർ ട്രെയിനിങ് പർപ്പസസ് ഇവര് നമ്മുടെ NLTK എന്ന മൊഡ്യൂള് കുറെ ഡാറ്റ സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് എന്ത് ചെയ്യാൻ പറഞ്ഞു കൊടുക്കണം, NLTK.download മൂവി റിവ്യൂസ് പറഞ്ഞു കൊടുക്കുകയാണ്. മൂവി റിവ്യൂസിന്റെ ആ ഒരു മോഡലിന് എന്ത് ചെയ്യും, അത് ഡൗൺലോഡ് ചെയ്തെടുക്കും. ഓക്കെ. സോ ഡൗൺലോഡ് ചെയ്ത് എന്ത് ചെയ്യും, അത് എടുക്കും. സോ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് അവിടെ റിവ്യൂസിന് എടുക്കാനായിട്ട് റിവ്യൂസ് ഈക്വൽ ടു ജസ്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ലിസ്റ്റിലോട്ട് കൺവേർട്ട് ആക്കുവാണ്. ലിസ്റ്റ് എന്ത് ചെയ്യാണ്, ഈ ഒരു മൂവി റിവ്യൂസ് എന്ന് പറഞ്ഞ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഈ ഒരു പാക്കേജിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, വേർഡ്സിനെ മാത്രം ഞാൻ എടുക്കുവാണ്. ഓക്കെ. സോ മൂവി റിവ്യൂസ് ഡോട്ട് വേർഡ്സ്, ഞാനിവിടെ ആ ഒരു ഫയലിന്റെ ID പാസ് ചെയ്യാണ്. ഫയൽ ID എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റുന്ന കണ്ടന്റ് ആണ്. അതിനകത്ത് ഓരോ വേർഡ്സിന്റെയും കൗണ്ട് ആണ്, അല്ല ID ആണ്, ഇൻഡെക്സ് വാല്യൂസ്. സോ അപ്പൊ അതിനാണ് മെയിലിയുടെ പറഞ്ഞു കൊടുക്കുന്നത്. കോമ ഞാനിവിടെ കാറ്റഗറി പറയുന്നത് കൊടുക്കുന്നു. ഓക്കെ. ഞാൻ നിങ്ങൾക്ക് മൊത്തം ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും.
ഓക്കെ, ഞാനിവിടെ എന്ത് ചോദിച്ചാൽ ഞാനിവിടെ നമ്മൾ ഓൾറെഡി ഡേറ്റ സെറ്റിന്റെ അകത്ത് നമ്മുടെ മൂവി ലിസ്റ്റ് ഡേറ്റ സെറ്റ് ഉണ്ടല്ലോ, സോ ഈ ഡേറ്റ സെറ്റിന്റെ അകത്ത് നിന്ന് ഞാൻ ആദ്യം ഈ ഒരു ഫോർ ലൂപ്പ് വെച്ച് ബാക്ക് റിവേഴ്സിൽ നിന്ന് പോവാം. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, ആദ്യം ഞാൻ ജസ്റ്റ് ഇവിടെ എടുക്കുകയാണ് നമ്മുടെ ഫോർ കാറ്റഗറി ഇൻ മൂവി റിവ്യൂസ് ഡോട്ട് കാറ്റഗറി എന്ന് വിളിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ആ മൂവി റിവ്യൂസിന്റെ കാറ്റഗറി എടുത്തുകൊണ്ട് വരാം. ഓക്കെ, സോ ആ കാറ്റഗറി അകത്ത് നിന്ന് എന്ത് ചെയ്യും, ആ ഓരോ കാറ്റഗറിയുടെയും ഫയൽ ഐ ഡിസ്, അതായത് ഓരോന്നിനും ഓരോ യുണീക്ക് ആയിട്ടുള്ള ഐ ഡിസ് ഉണ്ട്. ആ ഐ ഡിസിൽ എന്ത് ചെയ്യും, ഇവിടെ കളക്ട് ചെയ്യും. അതിനുശേഷം അതിന് ഞാൻ എന്ത് ചെയ്യണം, അതിന്റെ വേർഡിനെ മാത്രം, ആ ഒരു എടുക്കുന്ന ഫയൽ ഐ ഡിയുടെ വേർഡിനെ മാത്രം ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഇവിടെ ലിസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ സേവ് ചെയ്ത് വെക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ റൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇവിടെ റിവ്യൂസ് എന്ന് പറയുന്നതിനെ പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും, ഇവിടെ കുറെ അധികം വേർഡ്സ് പ്രിന്റ് ചെയ്ത് വന്നിട്ട് കാണാൻ പറ്റും. ഇതെല്ലാം ആ ഒരു മൂവി റിവ്യൂസിന്റെ ഡേറ്റ സെറ്റിന്റെ അകത്തുള്ള ഓരോ വേർഡ്സ് ആണ്. സോ ഇത് നമ്മുടെ മെയിൻലി ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു വേർഡ് വരുമ്പോൾ ആ വേർഡ് പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമുക്ക് അതിനെ വേർഡ് വൈസ് നമുക്ക് എന്ത് ചെയ്യണം, കാറ്റഗറൈസ് ചെയ്ത് മാറ്റിയെടുത്താലേ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ ഓൾറെഡി ഇവരെന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓരോ വേർഡ് ബൈ വേർഡ് ഇവരെന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരെന്നെ ഫുള്ളി ഡിവൈഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് നമുക്ക് എന്ത് ചെയ്താൽ മാത്രം മതി, നമുക്ക് ആവശ്യമുള്ള ആ ഒരു വേർഡ്സിനെ എടുത്ത് നമ്മുടെ മോഡൽ ട്രെയിൻ ചെയ്യിപ്പിക്കുക, ദെൻ പ്രൊഡക്ഷൻ ചെയ്യുക. ഇത്രയും മാത്രം നമുക്ക് ചെയ്താൽ മതി. അപ്പൊ അതിനായിട്ട് നമ്മുടെ മോഡലിനെ ട്രെയിൻ, നമ്മുടെ ഡേറ്റ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഡേറ്റ ക്ലീനിങ്ങും ഡേറ്റ മാനിപ്പുലേഷനും ഡേറ്റ വിശ്ലേഷനും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഡേറ്റ ഫുൾ അവർ തന്നെ പ്രിപ്പയർ തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ നമുക്ക് പഠിക്കാനായിട്ടുള്ള യൂസ് കേസിന് ഇരിക്കുന്ന ഡേറ്റ ഉപയോഗിക്കുന്നതിന് ഉപയോഗം അതാണ്. നമുക്ക് കുറെ സ്റ്റെപ്സ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മുടെ റിയൽ ലൈഫിൽ പ്രോജക്റ്റ് വരുമ്പോഴത്തേക്കും നമുക്കവിടെ എപ്പോഴും ഡേറ്റ കിട്ടില്ല. നമ്മൾ തന്നെ മാനുവലി ഡേറ്റ ക്രിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ആ എല്ലാ സ്റ്റെപ്സും ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ കേസിൽ നമുക്ക് അത് ചെയ്യേണ്ട ആവശ്യകതയില്ല. ഇനി നമുക്ക് ഇവിടെ മോഡൽ ബിൽഡ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള എല്ലാ പാക്കേജും നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന ഫ്രം SQL എന്ന് പറയുന്ന മൊഡ്യൂളിൻ്റെ അകത്ത് നിന്ന് ജസ്റ്റ് ഇവിടെ മോഡൽ സെലക്ഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. മോഡൽ സെലക്ഷൻ ഇമ്പോർട്ട്, ഞാൻ എന്ത് ചെയ്യുന്നു, ട്രെയിൻ അണ്ടർസ്കോർ ടെസ്റ്റ് അണ്ടർസ്കോർ സ്പ്ലിറ്റ് എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യുവാണ്. ഓക്കെ, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുവാണ്. അതിനുശേഷം നമുക്കിവിടെ എസ്കലേറ്ററിന്റെ അകത്ത് നിന്ന് നമുക്കിവിടെ ഫീച്ചർ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു പാക്കേജ് അവൈലബിൾ ആണ്. ഡോട്ട് ടെക്സ്റ്റ്, അതിൽ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഞാൻ കൗണ്ട് വെക്ടറൈസറിനെ ജസ്റ്റ് ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. കൗണ്ട് വെക്ടറൈസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഈ ഒരു വേർഡ്സിനെ, നമുക്ക് ഈ വേർഡ്സ് ഒരിക്കലും നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാകില്ല. ഞാനിവിടെ ആൻഡ്, ദ, കോമഡി എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വെക്ടറൈസ്ഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് വൺസ് ആൻഡ് സീറോസിന്റെ ഒരു അറേ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അത് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കൗണ്ട് വെക്ടറൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യണം, അടുത്തത് ഞാൻ ജസ്റ്റ് ഇവിടെ നമ്മുടെ മോഡലിനെ ഇമ്പോർട്ട് ചെയ്യാണ്. സോ ഫ്രം നെയ്ബേഴ്സിൽ നിന്ന് SQL.neighbors നിന്ന് മൾട്ടിനോമിയൽ NB എന്ന് പറയുന്ന ഒരു മോഡൽ ഉപയോഗിക്കുകയാണ്. അത്യാവശ്യം ഇങ്ങനത്തെയൊക്കെ യൂസ് കേസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ സെന്റിമെന്റൽ കേസസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡേറ്റ അനലൈസ് ചെയ്ത് അതിന്റെ നെഗറ്റീവ് ആണ്, അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഉപയോഗിക്കുന്നത് മൾട്ടിനോമിയൽ NB, നെയ്ബേഴ്സ് അൽഗോരിതത്തിന്റെ അകത്തുള്ള മൾട്ടിനോമിയൽ എന്ന് പറയുന്ന ഒരു ലൈബ്രറി അല്ലെങ്കിൽ അൽഗോരിതമാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഏകദേശം നല്ല പെർഫോം ചെയ്യുന്നത് ഈ ഒരു അൽഗോരിതം വെച്ച് ചെയ്യുമ്പോഴത്തേക്കാണ് വരുന്നത്. ഓഫ് കോഴ്സ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഡേറ്റ. ഇപ്പോഴത്തെ ഡേറ്റ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ പെർഫോം ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, നമുക്ക് ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കൊരു ഡേറ്റ ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ഇത് അറിയണം, ഇതിന്റെ ഓൾറെഡി ഡേറ്റ വാല്യൂ എന്താണ് എന്നുള്ളത് ഓൾറെഡി നമുക്ക് അറിയണം. ഫോർ എക്സാമ്പിൾ ഉണ്ടെങ്കിൽ നമ്മുടെ മെഷീനെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഓൾറെഡി അറിയണ്ടേ
ഈ ഒരു വേർഡ് പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ ഈ ഒരു വേർഡ് നെഗറ്റീവ് ആണ് എന്നെനിക്ക് ഓൾറെഡി അറിഞ്ഞാൽ മാത്രമേ എനിക്ക് ഒരാളെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ? എനിക്ക് എന്റെ ആൻസർ അറിഞ്ഞാൽ മാത്രമേ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഈ ഡേറ്റ സെറ്റിന്റെ അകത്ത് ഓൾറെഡി അതിന്റെ ആൻസേഴ്സ് ഉണ്ട്, അവരെന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലേബിൾസ് ആയിട്ട് അവരെന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യണം, എടുക്കണം. സോ അതിനായിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഡോക്യുമെന്റ് എന്ന് പറയുന്ന വേരിയബിളിലെ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ജസ്റ്റ് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. എല്ലാ വേർഡ്സിനെയും ജസ്റ്റ് ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. ജോയിൻ വേർഡ്സ് ഫോർ വേർഡ്സ് കോമ കാറ്റഗറി വേർഡ്സ് കോമ ലേബൽ ഇൻ. ഞാനിവിടെ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഞാനിവിടെ ആ റിവ്യൂസിനെ പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് ഓൾറെഡി ഇവിടെ റിവ്യൂസ് എന്ന് പറയുന്ന വേരിയബിൾ സേവ് വെച്ചിട്ടില്ലേ? ഓൾറെഡി നമ്മളുടെ റിവ്യൂസ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിൽ അറയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു വാല്യൂ സേവ് വെച്ചിട്ടുണ്ട്. സോ ആ ഒരു വാല്യൂസിന് എന്ത് ചെയ്യണം, അതിന്റെ അകത്തുള്ള ഞാൻ വേർഡ്സിനെ മാത്രം എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് എടുത്ത് സേവ് ചെയ്യുവാണ്. ലേബൽ എടുക്കുന്നില്ല, വേർഡിനെ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി നമുക്കിവിടെ ലേബൽ സേവ് ചെയ്യാനായിട്ട് ഞാനിവിടെ ലേബൽ വാല്യൂ എടുക്കാനായിട്ട് ജസ്റ്റ് ഇവിടെ ലേബൽ നമ്മുടെ വേർഡ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ആ ലേബലിനെ എടുക്കണം. അതിനായിട്ട് ജസ്റ്റ് എന്ത് ചെയ്യണം, ഫോർ ലേബൽ ഫോർ വേർഡ്സ് കോമ ലേബൽ ഇൻ റിവ്യൂസ്. ഈ റിവ്യൂസിൽ നിന്ന് ലേബലിനെ മാത്രം എടുക്കും. ഇവിടെ എടുക്കുന്നത് വേർഡ്സിനെ മാത്രമേ എടുക്കുന്നത്. അവിടെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന വേറൊന്നുമല്ല, മൾട്ടിപ്പിൾ ഇങ്ങനെ താഴെ ഓരോ വേർഡ്സ് ആയിട്ട് വരാതെ ഇതെല്ലാം കൂടെ ഒറ്റ ലെവലായിട്ട് വിടണം. അതിനാണ് അവിടെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, എനിക്കത് പ്രിന്റ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഡോക്യുമെന്റ്സ് പ്രിന്റ് ചെയ്യാം. അതേപോലെ തന്നെ താഴെ ജസ്റ്റ് ഇവിടെ ലേബിൾസ് പ്രിന്റ് ചെയ്യാം. നമ്മൾ അത്രയും ഓരോ സെൻഷൻ കിടന്ന വേർഡ്സ് എല്ലാം ഓരോ വേർഡ് ബൈ വേർഡ് കിടന്ന സാധനം എല്ലാം ഇപ്പൊ എന്തായി, ഒറ്റ ഒരു പാരഗ്രാഫ് പോലെ ആയി. അതിനാണ് മെയിൻലി നമ്മൾ എന്ത് ചെയ്തത്, അവിടെ ചെയ്തേക്കുന്നത്. ഇവിടെ കണ്ടോ, താഴെ കണ്ടോ, ലേബലിൽ കണ്ടോ, ആ കറസ്പോണ്ടിങ് വേർഡ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ള എല്ലാ ഡേറ്റാസും സേവ് ചെയ്ത വാല്യൂ ആണ് കിടക്കുന്നത്. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ മോഡലിനെ ട്രെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ചെയ്യാനായിട്ട് മെയിൻലി ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഡേറ്റ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, സോ ഞാനിപ്പോ ഒരു മോഡൽ ട്രെയിൻ ചെയ്തു. ആ ട്രെയിൻ ചെയ്ത മോഡൽ എത്രത്തോളം ആക്യുറസി തരുന്നുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുള്ള ഡേറ്റ വെച്ച് ട്രെയിൻ ചെയ്താൽ അതിനകത്തുള്ള ഡേറ്റ വെച്ച് ടെസ്റ്റ് ചെയ്താൽ കാര്യമുള്ളൂ. നമ്മുടെ ഓൾറെഡി ഉള്ള നോൺ ഡേറ്റ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്ത് വെക്കും. അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ ഡേറ്റ സ്പ്ലിറ്റ് ചെയ്യണം. അതിനായിട്ട് എക്സ്ട്രെയിൻ കോമ അതേപോലെ തന്നെ എക്സ്ട്രെയിൻ കോമ അതേപോലെ തന്നെ എക്സ് ടെസ്റ്റ് 4 വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. വൈ ട്രെയിൻ അതേപോലെ തന്നെ വൈ ടെസ്റ്റ്. ഈ ഒരു 4 വേരിയബിൾ എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്യുവാണ്. അതിനുശേഷം ഞാനിവിടെ എന്ത് ചെയ്യാണ്, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യുന്നു. അതിന്റെ അകത്തോട്ട് ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റിനെ പാസ് ചെയ്യുന്നത്. അത് എക്സ് ആക്സിസും വൈ ആക്സിസും പാസ് ചെയ്യണം. ഓക്കെ, സോ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഡേറ്റ ട്രെയിൻ ചെയ്ത ഉദ്ദേശിക്കുന്ന ഡേറ്റ ആയിരിക്കണം. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെന്റ്സ് പാസ് ചെയ്യുകയാണ്. കാരണം ഡോക്യുമെന്റ്സ് ആണ് നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൈ ആക്സിസ്, അതായത് നോൺ ഡേറ്റ ലേബൽ വാല്യൂസ്. ഞാനിവിടെ എന്ത് ചെയ്യാണ്, ലേബിൾസിനെ പാസ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാനിവിടെ പാസ് ചെയ്യാൻ പോകുന്നത് ടെസ്റ്റ് സൈസ് ആണ്. അതായത് ഇത് ഡിവൈഡ് ചെയ്യുമ്പം എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം. ഞാനിവിടെ പറഞ്ഞു കൊടുക്കുകയാണ് 0.3 പറഞ്ഞു കൊടുക്കുകയാണ്. വിച്ച് മീൻസ് നമുക്കിവിടെ എന്തായിരിക്കും വരാ, നമുക്കിവിടെ 30% ടെസ്റ്റിങ്ങിന് പോകും. ബാക്കി എത്ര ശതമാനം കാണും, 70% ഡേറ്റ ട്രെയിനിങ്ങിന് പോകും. 70% ഡേറ്റ ട്രെയിൻ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കും നമ്മള്. ബാക്കി 30% ഡേറ്റ ആ ട്രെയിൻ ചെയ്ത ഡേറ്റ വെച്ച് പ്രഡിക്ഷൻ ചെയ്യുമ്പോൾ എത്രത്തോളം ആക്യുറസി തരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡേറ്റ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഒരു ഡേറ്റന് നമ്മുടെ കയ്യിൽ ടെക്സ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വാല്യൂസ് കാണാനായിട്ട് സാധിക്കും. കേട്ടോ, ആ ഓരോ വേർഡ്സിന്റെയും വാല്യൂ പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ജസ്റ്റ് എക്സ് വൈ ട്രെയിൻ ജസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആ എക്സ് ട്രെയിനിന്റെ
കറസ്പോണ്ടിങ് ലേബിൾസ് എന്തൊക്കെയാണ്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ള വാല്യൂസ് എല്ലാം ഇവിടെ പ്രിന്റ് ആയി വരുന്നത് കാണാനായിട്ട് സാധിക്കും. അത് ആ എക്സ്ട്രെയിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും, ലേബിൾസ് ആയിരിക്കും വൈറ്റ് ട്രെയിനിൽ സേവ് ആവുക. എക്സ് ടെസ്റ്റിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ് ആയിരിക്കും വൈറ്റ് ടെസ്റ്റിൽ സേവ് ആവുക. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൊഡിക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്രോപ്പർലി സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഞാനിവിടെ നമ്മുടെ വെക്ടറൈസറിനെ കോൾ ചെയ്യാണ്. സോ വെക്ടറൈസർ എന്തിനാണ്, നമ്മുടെ ഈ ഇംഗ്ലീഷ് വേർഡ്സിനെ ന്യൂമറിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ആക്കാനാണ് മെയിൻലി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, വെക്ടറൈസേഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യാണ്, കൗണ്ട് വെക്ടറൈസർ എന്ന് പറയുന്ന നമ്മുടെ ക്ലാസ്സിനെ കോൾ ചെയ്യുവാണ്. അതിനുശേഷം നമുക്കിവിടെ അതിനെന്ത് ചെയ്യണം, കൺവേർട്ട് ആക്കണം. സോ കൺവേർട്ട് ആക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എക്സ്ട്രെയിൻ കൗണ്ട്സ് എടുക്കുകയാണ് ഈക്വൽ ടു ജസ്റ്റ് ഞാനിവിടെ വെക്ടറൈസർ ഡോട്ട് ഫിറ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യാണ്. ഫിറ്റ് ട്രാൻസ്ഫോം അതിനോട് എന്ത് ചെയ്യാണ്, നമ്മുടെ എക്സ്ട്രെയിൻ വാല്യൂവിനെ പാസ് ചെയ്യുവാണ്. ഓക്കെ, ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും ഒരു നമ്പയുടെ ഒരു അറേ ആയിട്ടാണ് വന്നേക്കുന്നത്. അത് ആക്ച്വലി നമുക്കിവിടെ നോർമലി നമുക്ക് കാണിക്കാനുണ്ടെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ടു അറേ എന്ന് പറയുന്ന മെത്തേഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അറേ ഫോമിൽ കാണാനായിട്ട് സാധിക്കും. പാൻഡാസിന്റെ പൈത്തന്റെ ഒരു അറേ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ അങ്ങനെ മനസ്സിലാക്കാൻ ഒന്നും പറ്റില്ല. ഇവിടെ ഇതെല്ലാം വെക്ടറൈസ്ഡ് ഫോമാണ്, സീറോസും വൺസിലാണ് കൺവേർട്ട് ആക്കി വെച്ചേക്കുന്നത് ഇവിടെ. ഓക്കെ, ഈ ഡേറ്റ നമ്മൾ മെയിനിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ എക്സ് ട്രെയിൻ വാല്യൂന് മാത്രം മാറ്റിയാൽ പോരാ, ഈ എക്സ് ടെസ്റ്റ് വാല്യൂനെ മാറ്റണം. നമ്മളിവിടെ ഇപ്പൊ എക്സ് ട്രെയിൻ വാല്യൂനെ മാറ്റിയത്, ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, എക്സ് ടെസ്റ്റ് വാല്യൂനെ മാറ്റണം. ഞാനിവിടെ ഇപ്പൊ എന്ത് ചെയ്യണം, എക്സ് ടെസ്റ്റ് കൗണ്ട് എടുക്കുകയാണ്. അതേപോലെ ഇവിടെ എക്സ് ടെസ്റ്റ് എടുക്കുകയാണ്, ഇവിടെ എക്സ് ടെസ്റ്റ് എടുക്കുകയാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു വ്യത്യാസമുണ്ട്. നമുക്കവിടെ നേരത്തെ കോൾ ചെയ്തതുപോലെ നമുക്കവിടെ ഫിറ്റ് ട്രാൻസ്ഫോം വിളിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ട്രാൻസ്ഫോം മാത്രം മതി. കാരണം ഇത് ലേബലാണ്, നമ്മുടെ ഡേറ്റ അല്ല. ഡേറ്റ എൻകോഡ് ചെയ്യുന്നത് പോലെ നമ്മൾ ലേബൽ എൻകോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എക്സ് ടെസ്റ്റ് വെക്ടറൈസർ ഡോട്ട് ട്രാൻസ്ഫോമിന്റെ അകത്ത് എക്സ് ടെസ്റ്റ് പാസ് ചെയ്താൽ മതി. റണ്ണിങ് ആണ്. നമുക്കിവിടെ ഇതേപോലത്തെ അറേ ആയിട്ട് കൺവേർട്ട് ആക്കി വരുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ മോഡലിനെ കോൾ ചെയ്യുവാണ്. നമ്മൾ ഡേറ്റ പ്രിപ്പയർ ആക്കിയിട്ടേ ഉള്ളൂ. നമ്മൾ മോഡലിനെ കോൾ ചെയ്യാണ്, ക്ലാസിഫയർ ഈക്വൽ ടു ഞാനിവിടെ എന്ത് ചെയ്യാണ്, മൾട്ടിനോബിൽ എൻ ബി എന്നാണ് നമ്മുടെ മെത്തേഡിനെ കോൾ ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യാണ്, ക്ലാസിഫയർ ഡോട്ട് ഫിറ്റ് എന്ന് പറയുന്ന മെത്തേഡിന്റെ അകത്തോട്ട് ഞാൻ എന്ത് ചെയ്യണം, നമ്മുടെ ഈ എക്സ്ട്രെയിൻ വാല്യൂസിന്റെ കൗണ്ടും, അതായത് ഈ എക്സ്ട്രെയിൻ കൗണ്ടും സിമിലർ ലൈക്ക് ദാറ്റ് ഈ വൈറ്റ് ടെസ്റ്റ് കൗണ്ടും രണ്ടിനും ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഇവിടെ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മോഡൽ അവിടെ ട്രെയിൻ ആകും. ഓക്കെ, സോറി, ഇവിടെ നമുക്ക് വൈറ്റ് ട്രെയിനാണ് പാസ് ചെയ്യേണ്ടത്. വൈറ്റ് ട്രെയിൻ ഞാൻ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, മോഡലിനെ ട്രെയിൻ ചെയ്ത് വെക്കും. ഇനി നമുക്കിവിടെ പ്രഡിക്ഷൻ ചെയ്ത് നോക്കണം. പ്രഡിക്ഷൻ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി നമുക്ക് വേണമെങ്കിൽ ആ ടെക്സ്റ്റ് വാല്യൂസ് പ്രഡിക്ഷൻ ചെയ്ത് നോക്കാം. ജസ്റ്റ് വേണമെങ്കിൽ ക്ലാസിഫയർ ഡോട്ട് പ്രഡിക്റ്റിന്റെ അകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എക്സ് ടെസ്റ്റിന്റെ കൗണ്ടിങ് വാല്യൂസ് പാസ് ചെയ്ത് വെക്കാം. നമുക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ, പ്രഡിക്ഷൻ വന്നേക്കുന്ന വാല്യൂ ഉണ്ടോ, ആ കൊടുത്ത എക്സ് ടെക്സ്റ്റിന് ഡിപ്പെൻഡ് ചെയ്ത് അതൊരു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ഇവിടെ പ്രഡിക്ഷൻ ചെയ്തേക്കുകയാണ്. നമുക്ക് ഇതിന്റെ ആക്യുറസി അറിയണം എന്നുണ്ടെങ്കിൽ, നമുക്ക് ഇതിന്റെ ആക്യുറസി എത്രത്തോളം ആക്യുറസി ഉണ്ട് എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, ഫ്രം SK2 തന്നെ നമുക്ക് മെട്രിക്സ് എന്ന് പറയുന്ന മൊഡ്യൂൾ ഉണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി, ആക്യുറസി സ്കോറിനെ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്താൽ മതി. ആക്യുറസി സ്കോർ എന്ന് പറയുന്ന മൊഡ്യൂൾ ഫംഗ്ഷനെ ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക,
നമുക്ക് ഈ ഒരു വാല്യൂ ഡയറക്ട്ലി പാസ് ചെയ്തായി നമ്മുടെ ഒറിജിനൽ ഡേറ്റ വൈറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ ഡേറ്റയാണ്. ഇവിടെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് ആ വൈറ്റ് ടെസ്റ്റിന്റെ വാല്യൂവിനെയാണ്. സോ രണ്ടും തമ്മിൽ എന്ത് ചെയ്യും, പ്രൊഡിക്ഷൻ ചെയ്തതിനു ശേഷം ആ പ്രൊഡിക്റ്റ് ചെയ്ത വാല്യൂവും ഒറിജിനൽ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യും. എത്രത്തോളം മാച്ചിങ് ആണ് എന്നാണ് അവിടെ ചെക്ക് ചെയ്യും. സോ റൺ ചെയ്യാൻ നമുക്ക് വരുന്നുണ്ട് 0.78 വരുന്നുണ്ട്, അതായത് 78%, 78% ആക്യുറസി നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് അത്യാവശ്യം ബെറ്റർ പെർഫോമൻസ് വരുന്നുണ്ട് ബിക്കോസ് ഇപ്പോൾ ഡേറ്റ വളരെ കുറവാണ്. ഡേറ്റ കൂടുന്നതനുസരിച്ച് നമുക്ക് അത്യാവശ്യം ആക്യുറസി കൂട്ടാനായിട്ട് സാധിക്കും. ഓൾസോ ഡിപ്പെൻസ് ഓൺ സം പാരാമീറ്റർ നമ്മൾ വാല്യൂ പാസിൽ ഡിപ്പെൻഡ് ചെയ്ത് അവിടെ അതും മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമുക്കിവിടെ കറന്റ് 78% ആക്യുറസി വരുന്നുണ്ട്. ഇത് നമുക്ക് റിയൽ ലൈഫിൽ ഡേറ്റ കൊടുത്താലോ? നമ്മുടെ കയ്യിൽ ഡേറ്റ സെറ്റ് ഉണ്ടായിരുന്നില്ല കൊടുത്തത്. നമുക്ക് റിയൽ ലൈഫിൽ ഡേറ്റ കൊടുത്താലോ? ഇവിടെ എന്ത് ചെയ്യാണ്, സാമ്പിൾ റിവ്യൂ എന്ന് പറയുന്ന ഒരു അറേ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇവിടെ ഞാൻ കൊടുത്തേക്കാണ് ദ മൂവി വാസ് ഓസം എന്ന് ഞാൻ കൊടുത്തു വയ്ക്കുകയാണ്. അതേപോലെ ഞാൻ വീണ്ടും അടുത്ത് കൊടുക്കുകയാണ് ദ മൂവി വാസ് ബാഡ്. രണ്ടെണ്ണം കൊടുത്തേക്കുന്നു. അഫ്കോഴ്സ് നമുക്കത് വായിക്കുന്നതിന് മനസ്സിലാവുന്നുണ്ട്. ദ മൂവി വാസ് ഓസം എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് റിവ്യൂ ആണ്. ദ മൂവി വാസ് ബാഡ് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് റിവ്യൂ തന്നെയാണ്. ഓക്കെ, സോ അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ആദ്യം എന്ത് ചെയ്യാണ്, അതിനോട് സാമ്പിൾ റിവ്യൂ കൗണ്ട് എടുക്കുകയാണ്. അതിന്റെ വെക്ടറൈസർ നമ്മൾ കൺവേർട്ട് ആക്കുകയാണ്. വെക്ടറൈസർ ഡോട്ട് ട്രാൻസ്ഫോം എന്ന് പറയുന്ന മെത്തേഡിനകത്തോട്ട് സാമ്പിൾ ഈ അറേനെ അങ്ങനെ എന്ത് ചെയ്യണം, പാസീവ് ആണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാണ്, പ്രഡിക്ഷൻ ചെയ്യുവാണ്. സോ പ്രഡിക്ഷൻ ഈക്വൽ ടു എന്ത് ചെയ്യണം, ക്ലാസിഫയർ ഡോട്ട് പ്രഡിക്റ്റിന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യാണ്, സാമ്പിൾ റിവ്യൂ കൗണ്ടിന് ശേഷം പാസ് ചെയ്യുവാണ്. ശേഷം പ്രഡിക്ഷനെ പ്രിന്റ് ചെയ്ത് നോക്കുന്നു. ഇത് റൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ വന്നേക്കുന്ന വാല്യൂ ഉണ്ടോ, ഫസ്റ്റ് വൺ പോസിറ്റീവ് വന്നേക്കുന്നത്, വിച്ച് മീൻസ് കറക്റ്റ് ആണ്. സെക്കൻഡ് വൺ വന്നേക്കുന്നത് നെഗറ്റീവ് ആണ്, അതും കറക്റ്റ് തന്നെയാണ്. അത്യാവശ്യം നമ്മുടെ മോഡല് അത്യാവശ്യം നല്ല പോലെ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ കൊടുത്തതിന് എന്താണോ അതിന്റെ സെന്റിമെന്റ് വാല്യൂ, അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള വാല്യൂ വെച്ച് മെയിൻലി തരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു മോഡൽ ഇപ്പൊ നമ്മൾ ബിൽഡ് ചെയ്ത ഈ ഒരു മോഡല് ഇത് അത്യാവശ്യം നല്ല പോലെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ റിയൽ ലൈഫിൽ എല്ലാ സാധനവും ഇപ്പം ChatGPT വർക്ക് ആവുന്നതും ഇതുപോലെ തന്നെയാണ്. ഇതേപോലെ ഒരു മോഡൽ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മോഡൽ എന്ത് ചെയ്യും, പ്രഡിക്ഷൻ ചെയ്താണ് ഇതെല്ലാം വർക്ക് ആവുന്നത്. ഓക്കെ, സോ ഇതിനെ നമുക്ക് ഒന്നും കൂടെ ബെറ്റർ ആക്കാം, ഡേറ്റ കൂടുന്നതനുസരിച്ച് ബെറ്റർ ആവാം. ഇപ്പൊ നമ്മൾ ചെയ്ത പ്രോഗ്രാമിനകത്ത് ഒരു പ്രശ്നമുണ്ട്. സോ അതൊരു ആക്ച്വലി പ്രശ്നമല്ല, സൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ ലിമിറ്റേഷൻ ആണ്. ഇവിടെ നമ്മൾ ഔട്ട് ഓഫ് ദി ബോക്സ് കോൺടാക്സ്റ്റ് അതിനൊരു വലിയ പാരഗ്രാഫ് കൊടുത്താൽ അതിൻ്റെ അകത്തുള്ള പാരഗ്രാഫ് പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്ന് ഇത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യും. കാരണം ഡേറ്റ അത്ര കുറച്ച് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിനുള്ള ഡേറ്റ നമ്മൾ കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻക്രീസിംഗ് ദ ഡേറ്റ ആൻഡ് വി ആർ ഇൻക്രീസിംഗ് ദ ലേണിംഗ് ടെക്നീക്സ്, നമുക്ക് അത്യാവശ്യം അതിൽ അങ്ങനത്തെ കേസ് വരുമ്പോഴത്തേക്ക് ബെറ്റർ ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, ഐ ഹോപ്പ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, നമ്മൾ ചെയ്ത പ്രോഗ്രാമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ ചോദിക്കാവുന്നതാണ്, ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഐ ഹോപ്പ് നമുക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്ന ആർക്കും. സോ ഇപ്പൊ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഡേറ്റ സയൻസിന്റെ പഠിച്ചു, ഡേറ്റ സയൻസ് എന്താണെന്ന് പഠിച്ചു, ഡേറ്റ സയൻസിലുള്ള പല ടൈപ്സ് പഠിച്ചു, എന്താണ് മെഷീൻ ലേണിംഗ് എന്ന് പഠിച്ചു, ഈ മെഷീനിൽ എത്ര ടൈപ്സ് ഉണ്ടെന്ന് പഠിച്ചു, സൂപ്പർവൈസ്ഡ് അൺസൂപ്പർവൈസ്ഡ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്, അങ്ങനെ പല ടൈപ്സ് പഠിച്ചു. ഒരു ഡേറ്റ സയൻസിന്റെ പ്രൊജക്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിലുള്ള ലൈഫ് സൈക്കിൾ എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇത് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ജോബാ കിട്ടുക എന്നുള്ളതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, റിലവൻ്റ് ചോദ്യമാണ്. ഓക്കെ, നിങ്ങളിത് പഠിച്ചു, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ അവിടെ ബെനിഫിറ്റ്, ലൈക്ക് എന്ത് ജോബ് ആയിരിക്കും അവിടെ കിട്ടുക എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്കുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് ഇത് ഒരു ജോബിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് റോൾ
എന്നുള്ളത് ഒരു പ്രോപ്പർ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കരിയർ പാത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് പല പല സെഗ്മെന്റ്സിൽ കയറാനായിട്ട് സാധിക്കും. അല്ല, ഡാറ്റ സയൻസ് എന്ന് പറയുന്നത് മെയിൻലി ഡാറ്റ സയൻസ് ഫോക്കസ് ചെയ്ത് പറയുകയാണെങ്കിൽ മെയിൻലി 4 ഫീൽഡാണ് വരുന്നത്. ഇതിൽ കൂടുതലും ഉണ്ട്, ഡിപ്പെൻസ് ഫ്രം ദ കമ്പനി ഡിപ്പെൻഡ് ചെയ്താൽ വരുന്നത്. മെയിൻലി കോമൺലി പറയുന്ന 4 ഫീൽഡാണ് മെയിൻലി ഉള്ളത്. ഒന്ന് ഡാറ്റ അനലിസ്റ്റ്, അതായത് ഡേറ്റിനെ പറ്റി പഠിക്കുന്നതും ആ ഡേറ്റിനെ പറ്റി വിഷ്വലൈസ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മാത്രം ഒരാളാണ് ഡേറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത്. അവർ പ്രത്യേകിച്ച് ജോലി തന്നെ വേറൊന്നുമല്ല, ഒരു ഡേറ്റ കാണും, ആ ഡേറ്റിനെ വിഷ്വലൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ക്ലീനിങ് ചെയ്യുക, അങ്ങനത്തെ പ്രോസസ്സ് മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ഉള്ള ഡേറ്റ സയന്റിസ്റ്റ് എന്ന് പറയുന്നത് എന്റെയൊക്കെ പോലെ. അപ്പൊ അവിടെ വരുമ്പോഴത്തേക്ക് മെയിൻലി നമ്മുടെ മെയിൻ ജോലി എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഈ ഡേറ്റ ക്ലീൻ ചെയ്ത് തരുമല്ലോ, അതിനെന്ത് ചെയ്യുക, ഒരു മോഡൽ ബിൽഡ് ചെയ്യുക, പ്രഡിക്ഷൻ ചെയ്യാനുള്ള ഒരു മോഡൽ ബിൽഡ് ചെയ്യുക. ഓക്കെ, അതാണ് ഡേറ്റ സയന്റിസ്റ്റിന്റെ ജോലി എന്ന് പറയുന്നത്. ഇനി മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വാല്യൂസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഡിപ്ലോയ് ചെയ്യുക. ആ ഡിപ്ലോയ് ചെയ്തിട്ട് പിന്നെ ഫർദർ ഉള്ള ഫ്യൂച്ചർ മോണിറ്ററിങ്ങും അതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ആളായിരിക്കും എന്ത്, ഇതിനെ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഇനി ഡേറ്റ ആർക്കിടെക്ട് ഉണ്ട്, അതെന്ന് പറയുന്നത് വേറൊന്നുമല്ല, ലാർജ് സ്കെയിലൊക്കെ വരുമ്പോഴത്തേക്ക് ഡേറ്റ പ്രോസസ് ചെയ്യുന്ന ടെക്നിക്സ് അതൊക്കെ മെയിൻലി ഹാൻഡിൽ ചെയ്യുന്ന ഒരാളായിരിക്കും എന്ന് പറയുന്നത് ഡേറ്റ ആർക്കിടെക്ട് എന്ന് പറയുന്നത്. ഇതെല്ലാം കോമൺലി വരുന്ന ഫീൽഡ്സ് ഉണ്ട്, അതാണ് ഡേറ്റ സയൻസിൽ നമുക്ക് വരുന്നത്. ഡേറ്റ സയൻസ് എഞ്ചിനീയർ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് വരും. ഡേറ്റ സയൻസ് കഴിയുമ്പോഴത്തേക്ക് മെജോറിറ്റി ഓഫ് കമ്പനീസിൽ ഡേറ്റ അനലിറ്റിക്സും ഡേറ്റ ലേണിംഗ് എഞ്ചിനീയറിംഗും ഡേറ്റ സയന്റിസ്റ്റും എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരാളായിരിക്കും മെയിൻലി ചെയ്യുക. മീൻസ് ആ ഒരു മെയിൻ നമ്മൾ ആ കമ്പനി ഡിപ്പെൻഡ് ചെയ്തായിരിക്കും മെയിൻലി അവിടെ വരാം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കുറച്ചധികം ഫീൽഡ്സ് ആണ് നമ്മുടെ കറന്റ് മാർക്കറ്റ് വരുന്നത്. ഇതെല്ലാം അത്യാവശ്യം നമുക്ക് നല്ല ട്രെൻഡിങ്ങിലേക്ക് വരുന്ന മാർക്കറ്റ്സ് ആണ്. ഇവൻ നമ്മുടെ ഇപ്പോഴത്തെ പ്രൊഡിക്ഷൻ വെച്ച് നമുക്ക് മെയിൻലി വരുന്നത് വെച്ചാൽ മേ ബി 2026 ആകുമ്പോഴത്തേക്ക് അറൌണ്ട് വേൾഡ് വൈഡ് 3.5 മില്യൺ ജോബ്സിന് കൂടുതൽ ഐക്ക് വേണ്ടി ഡാറ്റ സയൻസിന് വേണ്ടി മാത്രം ഓപ്പണിങ്സ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അത് ഓരോ പ്രഡിക്ഷൻസ്, ഓരോ അനാലിസിസ് പറയുന്നതാണ്, നമ്മുടെ ഇപ്പോഴത്തെ റിപ്പോർട്ട് വെച്ച് പറയുന്നതാണ് ഈ ഒരു കണക്കെന്ന് പറയുന്നത്. കാരണം AI എന്ന് പറയുന്ന കണ്ടന്റ് ഏതൊരു സോഫ്റ്റ്വെയർ എടുത്താലും ഉണ്ട്. ഇപ്പോ നമ്മൾ എപ്പോഴും ഒരു ബിസിനസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ആ മാർക്കറ്റിലോട്ട് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ബിസിനസ് പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ. സ്വാഭാവികമായിട്ടും അത് എപ്പോഴും ഉള്ള സ്ഥലം തന്നെയാണ്. അപ്പൊ നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ കമ്പനീസും ഇപ്പൊ AI മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ ഡേറ്റ പ്രോപ്പർലി ഹാൻഡിൽ ചെയ്ത ആൾ വേണം. സോ ഡേറ്റ പ്രോപ്പർലി ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരാൾ വേണം. ആ മോഡലിനെ ഹാൻഡിൽ ചെയ്ത ആളെ വേണം. എത്രത്തോളം ഇപ്പം എല്ലാ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ എല്ലാ പ്ലാറ്റ്ഫോമിലും ചർച്ച നടക്കുന്ന ഇപ്പം AI വന്നതോടെ എല്ലാവരും ജോബ് പോകുന്നു പറയുമെങ്കിലും പക്ഷെ ഡേറ്റ സയന്റിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ജോബ് ഒരിക്കലും പോയില്ല. കാരണം എന്തായാലും ഇതൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് ഒരാൾ ആവശ്യമുണ്ട്. നമുക്കത് ചെയ്താൽ പറ്റത്തുള്ളൂ. ബിൽഡ് ചെയ്തിട്ട് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്താൽ പറ്റത്തുള്ളൂ. അത് ഈവൻ AIക്ക് തന്നെ ചെയ്യാന്ന് പറഞ്ഞാലും അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഹ്യൂമൻസിനെ കൊണ്ട് മാത്രമേ അതിനെ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്ത് പ്രോപ്പർലി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അവിടെ ഹ്യൂമൻ ഇന്റൻഷൻ വേണം, നിർബന്ധമായിട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അപ്പം ഇത്രയാണ് മെയിൻലി നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ വരുമ്പോഴത്തേക്കും മെയിൻലി ഇത്രയാണ് മെയിൻലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. എന്താണ് ഡാറ്റ സയൻസ് എന്ന് അറിയേണ്ട ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വെബിനാറിലൂടെ കവർ ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ഇതിനകത്ത് ഫർദർ ആയിട്ട് നിങ്ങൾക്ക് ഇനിയും പഠിക്കണം, ഇനിയും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ നമ്പേഴ്സും എല്ലാം നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമുക്കിത് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നമുക്ക് പ്രോപ്പർ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലിങ്ക് തന്നെ സിലബസും അതിലെല്ലാം നമ്മൾ എടുക്കുന്ന കോഴ്സ് സ്ട്രക്ചേഴ്സ് നമുക്കിവിടെ ആക്ച്വലി ഡാറ്റ സയൻസിന്റെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻലി നമ്മൾ ഈ പഠിച്ച നമ്മൾ ഓവർവ്യൂ ആയിട്ട് പറഞ്ഞു പോയ എല്ലാ കണ്ടന്റ്സിന്റെയും ഒരു ഇൻ ഡെപ്ത് ആയിട്ടായിരിക്കും നമ്മൾ മെയിൻലി പോവുക. വിത്ത് പ്രൊജക്ട്സ്, ഹാൻഡ്സ് ഓൺ പ്രൊജക്ട്സ് വെച്ചായിരിക്കും നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതിൽ നമ്മൾ മെയിൻലി ഇപ്പൊ ഡാറ്റ സയൻസിൽ പറയുകയാണെങ്കിൽ മെയിൻലി നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യുന്നത് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ മൊത്തം കവർ ആവും. അതായത് പാൻഡാസ്, നംപൈ, മാറ്റ്പ്ലോട്ലിബ് എന്ന് പറയുന്ന എല്ലാ പാക്കേജും നമ്മളുടെ കവർ ആവും. പ്ലസ് അഡീഷണലി നിങ്ങൾക്ക് ഒരു പാക്കേജ് കൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, അതാണ് ടാബ്ലു എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രോഗ്രാം ഇല്ലാതെയും നിങ്ങൾക്ക് എങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് ചെയ്തു പോവാം, അതിനായിട്ട് മെയിൻലി നമ്മൾ ടാബ്ലു യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും മെഷീൻ ലേണിംഗിലെ ഓരോ ടെക്നിക്സ്, എങ്ങനെ ഓരോ മോഡൽ ബിൽഡ് ചെയ്യാം, ഇൻ ഡെപ്ത്. ഇത് പ്രൊജക്ട് വെച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിതെല്ലാം പഠിച്ചു പോവുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഡീപ്പ് ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഡീപ്പ് ലേണിംഗ് വരുമ്പോഴത്തേക്ക് നമുക്ക് പല AI മോഡൽസ്, അൽഗോരിതംസ് പഠിക്കും. അതേപോലെ
ANN, CNN, LSTM, RNN, അങ്ങനെ പല പല അൽഗോരിതംസ് ഉണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് വർക്ക് ആവുന്നത്, ഇതിന്റെ പറയുന്ന കാൽക്കുലേഷൻ എങ്ങനെയാണ് വർക്ക് ആവുന്നത്, ഇത് നമുക്ക് എങ്ങനെ റിയൽ ലൈഫ് ഇംപ്ലിമെന്റ് ചെയ്യാം, ഇത് വെച്ച് നമുക്ക് എങ്ങനെ പ്രൊജക്ട് ചെയ്യാം എന്നുള്ള എല്ലാ കാര്യവും നമ്മൾ അതിൽ കവർ ചെയ്ത് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു ക്യാമറ വെച്ച് ഇപ്പൊ നമ്മുടെ റിയൽ ലൈഫിലെല്ലാം വർക്ക് ആവുന്ന സംഭവമാണ് AI ക്യാമറ. നമ്മുടെ റോഡിൽ എന്താ ഒരു ആള് പോകുമ്പോഴത്തേക്കും ആ ആള് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് റെക്കഗ്നൈസ് ചെയ്ത് അവിടെ ഓട്ടോമാറ്റിക് ചെല്ലാൻ രജിസ്റ്റർ ചെയ്യുവാണ്. എന്നിട്ട് അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു MVD ഏതെങ്കിലും ഒരു ഓഫീസറിന് കൊടുക്കുന്നു. അവരത് കൺഫേം ചെയ്ത് എന്താ അതിന് ഫൈൻ ചെല്ലാൻ ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത് നോർമലി. അപ്പൊ ആ ഒരു ആള് ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് AI ആണ്. ഓക്കെ, അവരുടെ ഡാറ്റ സയൻസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അപ്പൊ അതും നമ്മൾ ആക്ച്വലി കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു ക്യാമറ വെച്ച് ഒരു പേഴ്സൺ ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ക്യാമറ വെച്ച് നമുക്ക് എങ്ങനെ AI പ്രോസസ്സിംഗ് ചെയ്യാം എന്നുള്ളതും അത് നമുക്ക് മെയിൻലി അതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഇത്രയും ഒരു വാസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റ്സിനാണ് മെയിൻലി നമ്മുടെ ഈ ഒരു 6 മന്ത്സിന്റെ ഡാറ്റ സയൻസ് കോഴ്സ് നമ്മൾ മെയിൻലി കവർ ചെയ്യുന്നത്. സോ ഇഫ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ബാക്കി ഫർദർ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇതുവരെ നമ്മൾ പഠിച്ചത് വെച്ച് വെബിനാറിൽ നമ്മൾ ഇത്രയും പഠിച്ചു. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടിൽ നൗ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ക്ലിയർ ചെയ്തോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഈ സെഷനകത്ത് നമ്മൾ കവർ ചെയ്ത എല്ലാ കണ്ടന്റ്സിന്റെ അകത്തും നമുക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും ഏതൊരു ഫീൽഡിനെ പറ്റി സ്പെസിഫിക് ആയിട്ട് അറിയണം, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിനെ പറ്റി കൂടുതൽ എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ആയ സൈഡിൽ നിന്നവരുണ്ടോ? ഓക്കെ, ഐ ഹോപ്പ് എല്ലാവരും ഇതിനകത്ത് ക്ലിയർ ആണ്. How do we know the package that we import contain only safe code? സോ ഈ നിങ്ങൾ ഈ ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാ പാക്കേജസും അഫ്കോഴ്സ് ഇതെല്ലാം ഓപ്പൺ സോഴ്സ് ആണ്. ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിന്റെ കോഡ് നിങ്ങൾക്ക് തന്നെ എടുത്ത് നോക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഗിറ്റ് ഹബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെയാണ് നമ്മുടെ മെജോറിറ്റി ഓഫ് ദി എല്ലാ കോഡും നമ്മൾ പബ്ലിഷ് ചെയ്യാറുള്ളത്. ഞാനിപ്പോ ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുവാണ്, അത് ഓപ്പൺ സോഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ കൊണ്ട് പബ്ലിഷ് ചെയ്യാം. അത് വേണമെങ്കിൽ ഇപ്പൊ വേറൊരു യൂസറിന് എടുക്കാം. അപ്പൊ ആ യൂസറിന് അതിന്റെ കോഡ് ബേസ് എല്ലാം ചെക്ക് ചെയ്യാം ഓപ്പൺ സോഴ്സ് ആണെങ്കിൽ. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പാക്കേജസും ഓപ്പൺ സോഴ്സ് ആണ്. പാൻഡാസ് ആയിക്കോട്ടെ, നംപൈ ആയിക്കോട്ടെ, ടെൻസർഫ്ലോ ആയിക്കോട്ടെ, പൈറ്റോർച്ച് ആയിക്കോട്ടെ, ഇതെല്ലാം ഓപ്പൺ സോഴ്സ് ആണ്. നിങ്ങൾക്ക് അതിന്റെ കോഡ് ഫുള്ള് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഈ കോഡ് സേഫ് ആണോ അല്ലോ എന്നുള്ളതിൽ ഇഷ്യൂ അല്ല. അഥവാ ഇത് സേഫ് അല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അതിന് വാസ്റ്റ് കമ്മ്യൂണിറ്റി കാണും. ആ കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യും. ഷുവർ ആയിട്ട് അത് റിപ്പോർട്ട് ചെയ്തിരിക്കും. ഓക്കെ, ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ ഇനിയും? നിങ്ങൾക്ക് അഫ്കോഴ്സ് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യണമെങ്കിൽ ഓപ്പൺ സോഴ്സ് സാധനങ്ങൾ മാത്രമേ കിട്ടാറുള്ളൂ. ക്ലോസ് സോഴ്സ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നും അങ്ങനെ അതിനൊന്നും കിട്ടില്ല. നമ്മളെ കമ്പനി അപ്രോച്ച് ചെയ്താൽ മാത്രമേ അങ്ങനത്തെ പ്രൊഡക്ട്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ബൈ ഡിഫോൾട്ട് ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടുന്ന എല്ലാ കണ്ടന്റ്സും ഓപ്പൺ സോഴ്സ് തന്നെ ആയിരിക്കും.
വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ഐ ഹോപ്പ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതാരാ ഡൗട്ട് പിന്നെ ചോദിച്ചിട്ടില്ല. സോ നമുക്ക് ഐ ഹോപ്പ് ഡൗട്ട് ക്ലിയർ ആണെന്ന് ചോദിക്കുന്നു. ഈ അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ആ പ്രോഗ്രാമുകൾ ജസ്റ്റ് ഇതിന്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കുന്നതായിരിക്കും. ആ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയണം, ഡാറ്റ സയൻസിനെ പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ കോൺടാക്ട് നമ്പർ ഇവിടെ ആക്ച്വലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നമുക്ക് ഈ രണ്ട് നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ നമ്മുടെ കോഴ്സിനെ പറ്റിയുള്ള ഫർദറുടെ എല്ലാ ഡീറ്റെയിൽസും, അതിന്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ് വരുന്നത്, അതിന്റെ കോഴ്സ് സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്, ഫീസ് എങ്ങനെയാണ് വരുന്നത്, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അഥവാ ഇന്ന് നമ്മൾ പഠിച്ച വെബിനാറിൽ എന്തെങ്കിലും ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ അതിനും കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ ഈ ഒരു വെബിനാറിന്റെ ഇപ്പൊ നമ്മുടെ ചാറ്റിന്റെ അകത്ത് ഒരു ഫീഡ്ബാക്ക് ഫോം വരും. ആ ഫോം എല്ലാവരും സബ്മിറ്റ് ചെയ്യണം. ആ ഫോമിന് ഡിപ്പെൻഡ് ആയിരിക്കും നമ്മുടെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ആ ഒരു ഫീഡ്ബാക്ക് ഫോം സബ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. സോ അതിന് നിങ്ങൾക്ക് എല്ലാവരും മാക്സിമം ഫില്ല് ചെയ്യാം. ഓക്കെ, സോ ആ ഒരു ഫീഡ്ബാക്ക് ഫോം ഇപ്പൊ ചാറ്റിൽ വന്നിട്ടുണ്ട്. സോ അതിൽ എല്ലാവരും എടുത്ത് ഫില്ല് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ലിങ്ക് കാണാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നു. എല്ലാവരും അത് ഫില്ല് ചെയ്യുക. എല്ലാവരും ഫില്ല് ചെയ്യാം. ബിക്കോസ് അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് മെയിൻലി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആവുന്നത്. സോ എല്ലാവരും അത് ഫില്ല് ചെയ്യുക. സോ എല്ലാവർക്കും ഈ ഒരു വെബിനാറിൽ പാർട്ടിസിപ്പേറ്റ് എല്ലാവർക്കും അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് ഇതേപോലെ നിങ്ങൾക്ക് ഫർദർ ആയിട്ട് ഇനിയും നമുക്ക് വെബിനാർസ് വരുന്നുണ്ട്. ഇതേപോലെ ഇനിയും വെബിനാർസ് വരുന്നുണ്ട്. നമുക്ക് ഇതേപോലെ ഇനിയും ജോയിൻ ചെയ്ത് ഇനിയും നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് സാധനങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഫർദർ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻലി നമ്മുടെ കോഴ്സസ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു ഫോർ അറ്റൻഡിങ് ദ വെബിനാർ. ഓക്കെ, സോ ആ ഒരു ഫോം എല്ലാവരും ഫില്ല് ചെയ്യുക. ഇൻ മീൻ ടൈം ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോഴും ചോദിക്കാം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ ഇടാവുന്നതാണ്. ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മുടെ ഈ കോഴ്സ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പ്രീ റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മാത്തമാറ്റിക്കലി ഒരു ബേസിക് ലെവലൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ഒരു ബേസിക് ലെവൽ ഒരു മാത്തമാറ്റിക്സ് അറിഞ്ഞാൽ മാത്രം മതി. നിങ്ങൾക്ക് പൈത്തൺ നിങ്ങൾക്ക് അറിയണം നിർബന്ധമില്ല. ഈവൻ പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ട് വേണം എന്നൊരു നിർബന്ധമില്ല. നമ്മൾ ഫ്രം സ്ക്രാച്ചിൽ നിന്നായിരിക്കും നമ്മൾ പഠിപ്പിച്ച് പോവുക. നമ്മൾ ഫ്രം സ്ക്രാച്ചിൽ നിന്ന് പൈത്തൺ, SQL എല്ലാം നമ്മൾ പഠിപ്പിച്ച് പോകുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാം ഫ്രം സ്ക്രാച്ചിലായിരിക്കും പോവുക. നിങ്ങൾക്ക് ഒരു ബേസിക് ലെവലിൽ മാത്തമാറ്റിക്സ്, നമ്മൾ നോർമലി കണക്ക് കൂട്ടുന്നതും അങ്ങനത്തെ ഈ ചെറിയൊരു കോസിന്റെയും അതിന്റെയൊക്കെ വാല്യൂന്റെ ജസ്റ്റ് ഒരു നോളജ് ഉണ്ടായിരുന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് അത്ര ഡീപ്പായിട്ട് അറിയണം നിർബന്ധമൊന്നുമില്ല. പൈത്തണ്ടത് നമുക്ക് ഡേറ്റ സയൻസിലോട്ട് വരുമ്പോഴത്തേക്കാണ് വരുന്നത്. നമ്മുടെ കോഴ്സസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് പൈത്തൺ ഫസ്റ്റ് കവർ ചെയ്യുന്നുണ്ട്. പൈത്തൺ, SQL നമ്മൾ കവർ ചെയ്താണ് പോകുന്നത്. അഡീഷണലി നിങ്ങൾക്ക് ഒരു ജാങ്കോ എന്ന് പറയുന്ന ഫ്രെയിം വർക്കും കവർ ചെയ്യുന്നുണ്ട്.
ഇതെല്ലാം കവർ ചെയ്തായിരിക്കും പോകുന്നത് ഡാറ്റ സയൻസ് കോഴ്സിന്റെ അകത്ത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ട് വേണം നിർബന്ധമൊന്നുമില്ല. ഇഫ് നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെബിനാർ കഴിഞ്ഞ ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ അതിന്റെ എൻക്വയറീസ് എല്ലാം പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഈ ഒരു വെബിനാർ നമുക്ക് ഇന്നത്തെ കൂടെ വൈൻഡ് അപ്പ് ചെയ്യാം. സോ താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്.